ഒരു അനക്കൊണ്ടാവട്ടെ. എല്ലാരും ഗുഡ് മോർണിംഗ് പറഞ്ഞേ. മുഹമ്മദ് ഇസാൻ എന്നൊക്കെ പറഞ്ഞാ കേട്ടോ തന്നെ. ശരി ശരി. ഓക്കെ. ഓക്കെ ശരി. ഓക്കെ, നമുക്ക് ബുക്ക് അടച്ചു വെച്ച് സൈലന്റ് ബ്രദർ എടുക്കാം. ബുക്ക് അടച്ചു വെച്ചേ. ഓക്കെ ശരി. അപ്പോ ബുക്ക് അടച്ചു വെച്ചു. ബുക്ക് അടച്ചു വെച്ചേ. അഭിനയുടെ ബുക്കൊന്നും കാണുന്നില്ല. ബുക്കൊന്നും കാണാൻ പറ്റുന്നില്ലോ. ബുക്കൊന്നും കാണാൻ പറ്റുന്നില്ലോ. ബുക്ക് ഇരിക്കണൊക്കെ ക്ലിയർ ആയിട്ട് കാണട്ടെ. അഭിരാമി ഇന്നലെ ഉണ്ടായിരുന്നു. അഭിരാമി അപ്പോ ഇന്നലെ നമ്മൾ എന്താ പഠിച്ചേ? ശരി, മൈക്രോസ്കോപ്പ് ടെലസ്കോപ്പ്. എന്ത് മൈക്രോസ്കോപ്പാണ്? എന്ത് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പാണ്? എന്താ അതിന്റെ പേര്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ കാണാനുള്ള ഫോർമുല എന്ത് വരും? വൺ ബൈ എഫ് ഒ ആണോ അതോ എൽ ബൈ എഫ് ഒ ആണോ? ആരാണ് എല്? എഫ് ഒ ആരാണ്? അഫ്സർ കമൽ. എഫ് ഒ ആരാണ്? ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത്. മുഹമ്മദ് അസ്ലം സി എം. എഫ് ഇ ആരാണ്? എഫ് ഇ ഐപീസിന്റെ ഫോക്കൽ ലെങ്ത്. ഡി ആരാണ്? നമ്മുടെ മുഹമ്മദ് അല്ല, മുഹമ്മദ് അല്ല, ഹാഫിസ് മുഹമ്മദ്. ക്യാപിറ്റൽ ഡി. ക്യാപിറ്റൽ ഡി ഇല്ല, നോക്കണില്ല നീ. കാര്യങ്ങളൊന്നും തിരിച്ചു മറിച്ച് നോക്കണില്ല നീ. ക്യാപിറ്റൽ ഡി. അച്ഛനെ പേനൊന്നുമില്ല, പേന ബുക്കൊന്നുമില്ല അച്ഛനെ. ക്യാപിറ്റൽ ഡി ഇല്ല. ശരി, മുഹമ്മദ് ഫായിസ്. ക്യാപിറ്റൽ ഡി എന്താ? നിയർ പോയിന്റ്. അല്ല ഫായിസേ, ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ എഫ് ഒ എഫ് തമ്മിൽ എന്താ ബന്ധം? ആരാ വലുത്? ഐപീസിന്റെ എഫ് വലുത്. നീ ഇരിക്കുന്നത് നിന്റെ മുഖം കാണില്ല, ബുക്കും കാണില്ല. അത് ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കുന്നതിൽ അർത്ഥമില്ല കേട്ടോ. ഞങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെയല്ലേ ഇരിക്കാൻ പറ്റിയ ക്ലാസ്സിൽ ഇരിക്കണ്ട. അത് അപ് ടു ദി ലാസ്റ്റ് ക്ലാസ്. അതായത് എന്തെങ്കിലും എന്തെങ്കിലും കാണിച്ചിട്ട് പോകാന്നുള്ള പരിപാടി നമുക്കില്ല കേട്ടോ. നീ ഇരുതി ആദ്യം ഫായിസേ. ഫായിസിന്റെ പൊസിഷനിൽ ഫായിസിനെ റിമൂവ് ചെയ്തേ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇരുന്നടാ. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കണ്ട, പോട്ടെ, അടുത്ത വഴിക്ക് പോട്ടെ. നീ സമയം കളയണ്ട. അത് എത്ര പറഞ്ഞാലും വേണ്ടാന്ന് വെച്ചിട്ടാണല്ലോ ഈ മാറിയിരിക്കണേ. വേറെ പണിക്ക് വേണ്ടിയാണല്ലോ ഈ മാറിയിരിക്കണേ, അല്ല നന്നാക്കാൻ വേണ്ടിയല്ലല്ലോ. ശരി, മുഹമ്മദ് ഇൻസാൻ. നിനക്ക് കൃത്യമായിട്ട് എനിക്ക് കാണില്ല. മുഹമ്മദ് ഇൻസാൻ കുറച്ചുകൂടെ ബാക്കിലേക്ക് പോട്ടെ. ഉപയോഗിക്കുന്ന സിസ്റ്റം ബാക്കിലോട്ട് പോട്ടെ. ആ, എന്നിട്ട് നീ ഒന്ന് പറഞ്ഞേ, എന്താണ് എഫ് ഒ എഫ് തമ്മിലുള്ള ബന്ധം? എന്തായിരിക്കണം പറഞ്ഞേ. ഏതായിരിക്കണം വലുത്? എഫ് ഒ ആയിരിക്കണം, എഫ് ഇ ആയിരിക്കണം വലുത്? എഫ് ഒ ആയിരിക്കണം വലുത്. അപ്പൊ അവന്റെ പവറോ? പവറിന്റെ ആരുടെ പവറായിരിക്കും വലുത്? എഫ് ഒന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? എഫ് എന്ന് വെച്ചാൽ അപ്പൊ ഒബ്ജക്റ്റീവിന്റെ പവർ ആയിരിക്കും. കാരണം ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത്, അപ്പൊ ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത് കുറവാണോ?
അപ്പൊ പവർ കൺഫ്യൂഷൻ ആവും. ഇത് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് എന്താ, മെത്തേഡ് തന്നെ വെച്ച് പഠിക്കുക, അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ ആവും കേട്ടോ. ശരി, ആരുടെ അപ്പേർച്ചർ റാഫിയ, ആരുടെ അപ്പേർച്ചറാക്കി വലുത് ടെലസ്കോപ്പിൽ, ആരുടെ അപ്പേർച്ചറാക്കി വലുത് ടെലസ്കോപ്പിൽ? അതങ്ങനെ ഓർത്തിരിക്കാൻ പറ്റണം. റാഫി ഓർത്തിട്ടാ പറഞ്ഞു, അല്ലാതെ കാണാൻ പഠിക്കാൻ പറ്റില്ല. വലുത് കുറെ ആൾക്കാരെ കാണുന്നു, ദൂരെയുള്ള ആൾക്കാരെ കാണുന്നു, അപ്പൊ വലുതായിരിക്കും. ഓക്കെ, ശരി. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പൊ ഫായിസ് എന്ന് പറഞ്ഞു ഏൽപ്പിക്കലോട്ടാ, ഹാഫീസ് മുഹമ്മദ് എന്ന് പറഞ്ഞു ഏൽപ്പിക്കലോട്ടെന്ന് ഇവിടെ ഒന്ന് എഴുതി പറഞ്ഞു ഏൽപ്പിക്കലോട്ടോ. അങ്ങനെ തന്നെ പോണം, സമയം കളയാനില്ല. ഓക്കെ, ബുക്ക് എടുത്തേ പിള്ളേര്, ബാക്കി നോക്കാം. ബുക്ക് എടുത്തേ, ബാക്കി നോക്കാം. സച്ചിനെ, സച്ചിൻ, ആരും വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേര് റിക്വസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടത് രണ്ടുമൂന്നെണ്ണം വിളിച്ചിട്ടുണ്ടോ? ഷായി, ശരി, ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കി ഇനി നമുക്ക് പഠിക്കാനുള്ള മിററുമായി ബന്ധപ്പെട്ട, ഇന്നലെയാണ് നമ്മുടെ ലെൻസിന്റെ കാര്യങ്ങൾ ഇന്നലെ നമുക്ക് തീർത്തു. ലെൻസ് വെച്ചിട്ടുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വരെ പറഞ്ഞു. ഓക്കെ, അത് വെച്ച് വലിയ പ്രോബ്ലങ്ങളൊന്നും കാര്യമായി ചോദിക്കാറില്ല. ഉള്ളത് ഭയങ്കര ടഫായിട്ടുള്ള പ്രോബ്ലംസ് ആണ് NCERT-ലുള്ളത്. സാധാ പ്രോബ്ലംസ് ഒന്നും നമുക്ക് അതുമായി ശല്യം ചെയ്യാറില്ല. സാധാരണ നിങ്ങൾക്ക് അങ്ങനെ പ്രോബ്ലം തരാന്നുണ്ടാവാറില്ല. ഡയറക്റ്റ് തന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, അല്ലാതെ ഉണ്ടാവില്ല. അങ്ങനത്തെ പ്രോബ്ലം ചോദിച്ചു കാണാറില്ല. ഓക്കെ, നമുക്ക് ഇനി മിറേഴ്സാ, മിററാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, പല ടൈപ്പ് മിറർ ഉണ്ട്. 3 ടൈപ്പ് മിറർ ഉണ്ട്. ഒന്ന് പറഞ്ഞേ, സുഫിനെ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ മിററുകൾ അറിയാം, ഏതൊക്കെ ടൈപ്പ് മിററുകൾ അറിയാം? പ്ലെയിൻ മിറർ നമുക്കറിയാവുന്നതാണ്, നമ്മൾ സാധാരണ നോക്കുന്നത്. പ്ലെയിൻ മിററുണ്ട്. പിന്നെ ബാക്കി പറഞ്ഞാ കോൺവെക്സ് മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. കോൺവെക്സും കോൺകേവ്, ആബ്സല്യൂട്ട്ലി കോൺവെക്സും കോൺകേവും ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. അറിയാം, എനിക്ക് വളരെ ഉറപ്പുള്ള ഒരു നോട്ട് ചെയ്ത് വെക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. കോൺവെക്സും കോൺകേവും, കോൺവെക്സും കോൺകേവും, കോൺകേവ്. ഓക്കെ, അതിൽ കോൺകേവ് ആണ് ഇതിനകത്തെ മെയിൻ റോൾ. കോൺവെക്സിനേക്കാൾ മെയിൻ റോൾ കോൺകേവ് ആണ്. ലെൻസിൽ ആർക്കായിരുന്നു മെയിൻ റോള്? കോൺവെക്സിലായിരുന്നു ലെൻസിന്റെ റോൾ. ഇതൊക്കെ എല്ലാം 10ൽ പഠിച്ചതാണ്. ഞാൻ ബ്രഷപ്പ് ചെയ്യണതാണ്. ആർക്കെങ്കിലും ഉറപ്പില്ലാത്തവർ വേണേ എഴുതിക്കോട്ടെ എന്ന് നോക്കും, എന്നാലാണ് വരുന്ന ടോപ്പിക്കുകൾ മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ല. കോൺവെക്സും കോൺകേവും. അപ്പൊ മിറർ എന്ന് പറഞ്ഞ സാധനത്തിൽ മെയിൻ സാധനം ഷെയ്ഡിങ് ആണ്. ഷെയ്ഡിങ്. ഇത് എന്ത് മിററാ? ഈ വരച്ചിരിക്കുന്നത് എന്ത് മിററാ? ആരാ പറഞ്ഞേ? വരച്ചിരിക്കുന്നത് എന്ത് മിററാ? ആരാ പറഞ്ഞേ? പറഞ്ഞേ മുദ്ദസിറെ, ഇത് എന്ത് മിററാ? അതാണ്. ഇതേ ചോദ്യം ഞാൻ 10ാം ക്ലാസ്സിൽ ചോദിച്ചിട്ടുണ്ടാവും. ഇല്ലടാ, ചോദിച്ചിട്ടില്ലേ മുദ്ദസിറെ? അതാണ് ഞാൻ പറയണേ. അതാണ് പറയണേ. ഇത് മിറർ അല്ല, ഇത് മിറർ ആയിട്ടില്ല. കണ്ടോ? അന്ന് ചോദിച്ച് തെറ്റിയ വരുമ്പോ അന്ന് ചോദിച്ച ആൻസർ പറഞ്ഞതുകൊണ്ട് മുദ്ദസിറെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ചില സാധനങ്ങൾ ആൻസർ പറഞ്ഞാലേ നമ്മൾ ഓർക്കുള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഇത് മിറർ അല്ല. മിറർ അവിടെ ഷെയ്ഡ് ചെയ്യണം. നമുക്ക് 2 സ്ഥലത്ത് ഷെയ്ഡ് ചെയ്യാം. അപ്പൊ നമ്മൾ കൊണ്ട് ഇവിടെയാ ഷെയ്ഡ് ചെയ്യണമെങ്കിൽ ഇത് എന്ത് മിററായി പോകും? ഒന്ന് പറഞ്ഞ സ്വാലിയ, ഇത് എന്ത് മിററായി പോകും? ഇപ്പൊ എന്ത് മിററായത് സ്വാലിയ? ഇതിപ്പാ കേട്ടോ, അതിന് പ്രശ്നം എന്താ പറയാ? ഇതുണ്ടോ, ഇവിടെയാണ് ഷെയ്ഡ് ചെയ്താക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നത്, ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ലൈറ്റ് ഒന്നും ചാടിയിട്ട് കാര്യമില്ല. ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഇവിടെ ഒന്ന് ലൈറ്റ് ചാടിയിട്ട് കാര്യമില്ല. ഷെയ്ഡ് ചെയ്യാതെ ഒരു ഒപ്പേക്സ് ആരാ? സാധാരണ സിൽവർ കോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ മെർക്കുറി കോട്ടിംഗ് കൊടുക്കും. ആ ഭാഗത്ത് ലൈറ്റ് ഒന്നും ചാടിയിട്ട് കാര്യമില്ല.
ലെൻസ് പോലെയല്ല, 2 സ്ഥലമല്ല ഇത്. അതുകൊണ്ടാണ് ഈ കട്ടിയില്ല എന്ന് പറഞ്ഞു. എവിടെ ലൈറ്റ് വന്ന് ചാടും? ലൈറ്റ് വന്ന് ഇവിടെ ചാടും. അപ്പൊ ലൈറ്റ് ഒരു ഗുഹയിലേക്ക് വന്ന് ചാടും, ഒരു ഗുഹ. അതുകൊണ്ട് കേവ്. ലെൻസായപ്പോ നിങ്ങൾ ഓർക്കുള്ള ഇതുണ്ടാ, ഒരു ഗുഹ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഗുഹ. ഗുഹയുടെ ഉള്ളിലേക്ക് ലൈറ്റ് വന്ന് ചാടിയാൽ കേവാണ്, കോൺകേവ്. രണ്ടിലും ഉറപ്പില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ, തെറ്റണോണ്ട് പറഞ്ഞേ. 10ാം ക്ലാസ്. അപ്പൊ ഇതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺവെക്സ് ആയി. ഇങ്ങനെ വരച്ചാൽ ഇത് കോൺവെക്സ് ആയി. അപ്പൊ ഇവിടാണ് ഷെയ്ഡിങ്. ഇവിടുന്ന് ലൈറ്റ് വന്നിട്ട് കാര്യമില്ല, ഇവിടുന്ന് ലൈറ്റ് വന്നിട്ട് കാര്യം. ഇതാണ് കോൺവെക്സ്. അപ്പൊ 2 ടൈപ്പ് മിറർ, കോൺകേവും കോൺവെക്സും. ശരി, ക്ലിയർ. പ്രശ്നമാണെങ്കിൽ ഇത് ഇടക്ക് പറഞ്ഞോളൂ കേട്ടോ. സാർ അത് ക്ലിയർ ആയിട്ടില്ല എന്ന് പറയാൻ ഇതാക്കരുത്. ഇന്നത്തെ കാര്യങ്ങൾ മറന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിലേക്ക് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രഷപ്പ് ചെയ്യണം. അപ്പൊ ഏതൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ. സാർ ഇത് എന്താന്ന് എന്നോട് ചോദിച്ചോളൂ. ഓക്കെ, ക്ലിയർ. ഇനി കോൺകേവ് മിററിൽ ആവശ്യമുള്ളതെല്ലാം എഴുതിക്കോളാം, ഉറപ്പില്ലാത്തതെല്ലാം എഴുതിക്കോളും. വളരെ ഉറപ്പില്ലാത്തതെല്ലാം, സ്വന്തമായി പറയാൻ പറ്റാത്തതെല്ലാം എഴുതിക്കോളും. കോൺകേവ് മിറർ ഇതുപോലെ തന്നെ ഇവിടെ സെന്റർ പോയിന്റ് ഉണ്ട്. സെന്റർ പോയിന്റ് എന്ത് പേരിട്ടാ വിളിക്കണേ? മിററിന്റെ സെന്റർ പോയിന്റ് എന്ത് പേരിട്ടാ വിളിക്കണേ പിള്ളേര്? പറഞ്ഞേ, ശ്രാവതിനെ പറഞ്ഞേ. പോൾ എന്ന് വിളിക്കും, പോൾ എന്ന് വിളിക്കും. ഇതിനുമുണ്ട് സെന്റർ ഓഫ് കർവേച്ചറും ഫോക്കസും എല്ലാം ഇതിനുമുണ്ട്. കാരണം ഇതിങ്ങനെ വളഞ്ഞ സാധനമാണ്. ഇതും ഒരു സ്ഫിയർ ആണ്, അതിനും സെന്റർ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പാരലൽ റേ ഉണ്ടാവും. മറ്റേതിനകത്ത് നമ്മൾ പഠിച്ച പോലെ കുറെ പാരലൽ റേ ഇങ്ങനെ വന്ന് ചാടിയാൽ ഇവനെല്ലാവരും റിഫ്ലക്ട് ചെയ്യും. ഇവനെല്ലാവരും റിഫ്ലക്ട് ചെയ്തിട്ട് കൃത്യം ഇവിടെ വന്ന് ചാടും. ഒരു പോയിന്റിലേക്ക് വന്ന് ചാടും. അത് പ്രിൻസിപ്പൽ ആക്സിസിലേക്കാ വന്ന് ചാടും. എല്ലാവരും ഇടിച്ചിട്ട് തിരിച്ചെല്ലാവരും വന്ന് ചാടും. അതിനാണ് നമ്മൾ ഫോക്കസ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോക്കസ്. നിങ്ങൾക്ക് അറിയാവുന്ന പ്രിൻസിപ്പൽ ആക്സിസും ഉണ്ട്. ഇതെല്ലാം 10ാം ക്ലാസ് ആട്ടോ. പ്രിൻസിപ്പൽ ആക്സിസ് 10ാം ക്ലാസ് 9ാം ക്ലാസ്. ഫോക്കസും ബോളും എല്ലാം ഒറ്റ ആക്സിസിലായിരിക്കും, ഒറ്റ വരയിൽ. അതാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി ഇതിന്റെ സെന്റർ ഉണ്ട്, ഇതായിരിക്കും സെന്റർ സി, സെന്റർ ഓഫ് കർവേച്ചർ. അറിയാലോ. അതേപോലെ ഈ ദൂരത്തെ നമ്മൾ എന്ത് പേരിട്ടാ വിളിക്കണേ? ഈ ദൂരത്തെ എന്ത് പേരിട്ടാ വിളിക്കണേ? ആരാ പറഞ്ഞേ? ഈ ദൂരത്തെ എന്ത് പേരിട്ടാ വിളിക്കണേ? അതും 2 പേരെ കൈവെക്കാനുള്ളൂ. അതും 2 or 3 പേരെ കൈവെക്കാനുള്ളൂ. പറഞ്ഞോ അഫി? ഈ സി മുതല് പി വരെയുള്ള പോയിന്റ്, സി മുതല് പി വരെയുള്ള ദൂരം. പിള്ളേർ കൈ പോകണ്ടേ? ആവണിയെ ഓർക്കണ്ട, ആവണിയെ കൈ പോകട്ടെ. അലിമോൻ പറഞ്ഞേ, അവിടെ നിൽക്കട്ടെ. അലിമോൻ പറഞ്ഞേ, ഇതെന്താ സാധനം? വിയിലേക്ക് ഒബ്ജക്റ്റ് വെച്ചാലേ വി വരുള്ളൂ. ഒബ്ജക്റ്റ് വെച്ചിൽ നമുക്ക് അതിനെ തൽക്കാലം റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വിളിക്കും. ക്യാപിറ്റൽ ആർ ഇസ് എ റേഡിയസ് ഓഫ് കർവേച്ചർ. ഒബ്ജക്റ്റ് വെച്ചാൽ ആ ദൂരത്തെ നമുക്ക് വി എന്ന് വിളിക്കാം. ഇത് സിയിലേക്കാണ്, സെന്റർ ഓഫ് കർവേച്ചറിലേക്ക്. അപ്പൊ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയും. ഇതിലൊന്ന് പറയാൻ റെഡിയാവാന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ്. നമ്മൾ പറയാൻ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ റെഡിയാവാന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയേ. എനിക്കൊരു സ്കൂളിൽ നിന്ന് എനിക്ക് വേണ്ടപ്പെട്ട ഒരു ടീച്ചറുടെ ഫീഡ്ബാക്ക് വന്നു. അതായത് ടീച്ചർ വളരെ ഇമ്പോർട്ടൻ്റ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയ സബ്ജക്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ കുറെ ചോദ്യം ചോദിച്ചിട്ട് ആരും പറയണില്ല. ചോദ്യങ്ങൾ പൊതുവെ ചോദിക്കൽ കുറവാണ്. എന്നാലും ടീച്ചറും ചോദിച്ചു, സിമ്പിൾ സാധനം ചോദിച്ചു. അവ ആരും പറയണില്ല. അപ്പൊ ഒരാൾ എണിച്ചതെന്ന് പറഞ്ഞത്, ശരിയായിട്ട് പറഞ്ഞത്, അത് ടീച്ചർ എന്നോട് ഫീഡ്ബാക്ക് തരികയാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ്, നമ്മുടെ കൂടെ പഠിക്കുന്ന ആളുമാണ്. മാത്രമല്ല നമ്മുടെ കൂട്ടത്തില് ഭയങ്കര പെർഫോമൻസ് കാണിക്കുന്ന ആളുമല്ല. ടീച്ചർ എന്നോട് ഇങ്ങനെ വിളിച്ച്, എന്നോടല്ല വേറെ നമ്മളുമായി ബന്ധപ്പെട്ട ഒരാളോട് പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞ് ശീലിച്ചാൽ അതൊരു വളരെ പോസിറ്റീവാണ്.
ടീച്ചർ തന്നെ കൂടെ പറയാം, ബാക്കി ആരോട് പറയാൻ പറ്റണില്ല. ഇത് എന്താന്ന് വെച്ചാൽ പറയാം. d/dx ഓഫ് sin x ചോദിച്ചാൽ നിങ്ങൾ നോക്കിയ പലവർക്കും പറയാൻ പറ്റണില്ല. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യമാണത്. ഭയങ്കര ക്വാളിറ്റിയെ ഭയങ്കര നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഓക്കെ, എനിവേ പറയാൻ പറ്റി, ഇച്ചിരി തെറ്റിക്കോട്ടെ. പറയാനുള്ളത് മറ്റത് എന്താണെന്ന് കേട്ടിട്ട് വരില്ല എന്നാണ് റെസ്പോണ്ട് ചെയ്യണം. കേട്ടിട്ട് വരില്ല. d/dx ഓഫ് sin x എന്ന രീതിയാണ് ചോദിക്കുന്നതെന്നാ പറഞ്ഞത്. അപ്പൊ നോക്കിയേ, ഇത് ഫോക്കൽ ലെങ്ത് ആണ്, സ്മോൾ എഫ്. ദാറ്റ് യു നോ, ഫോക്കസും ബിയും തമ്മിലുള്ള ദൂരം ഫോക്കൽ ലെങ്ത് ആണ്. ദ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം റിയൽ ആണ്, റിയൽ കേസ് ആണ്, ഒറിജിനലി ഉണ്ടാവുന്ന കേസ്. അത് ഇടിച്ചിട്ട് തിരിച്ചു വന്ന് ചേരണത് ഏതില്? കോൺകേവില്. എന്നാൽ ലെൻസിൽ ആരായിരുന്നു? കോൺവെക്സ് ലെൻസ് ആണ് റിയൽ ഉണ്ടാക്കി. ഇത് ഏത് മിററാ? കോൺകേവ് മിററാണ് റിയൽ ഉണ്ടാക്കുന്നത്. കോൺവെക്സ് മിറർ റിയൽ ഉണ്ടാക്കില്ല. കോൺവെക്സ് മിറർ വെർച്വൽ ഉണ്ടാക്കും. കോൺകേവ് മിറർ റിയൽ ഉണ്ടാക്കും. റിയൽ ഇമേജ് ഉണ്ടാക്കും. റിയൽ വന്നാൽ അതിന്റെ കൂടെ ഇൻവേർട്ടർ ആണോ എറക്റ്റ് ആണോ? ഞാൻ പഠിപ്പിച്ചാണല്ലോ. റിയൽ വന്നാൽ അതിന്റെ കൂടെ ഇൻവേർട്ടർ ആണോ എറക്റ്റ് ആണോ? റിയൽ വന്നാൽ പറഞ്ഞേ, ഹാൻഡ് റൈസ് ചെയ്തേ, ഹാൻഡ് റൈസ് ചെയ്തേ. എല്ലാ സിമ്പിൾ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. റിയൽ വന്നാൽ ഇൻവേർട്ടർ ആണ്, നോക്കാതെ പറയട്ടോ. അത് നോക്കി നമുക്ക് പറയണ്ട. പറ ജെസിയ, റിയൽ വന്നാൽ ഇൻവേർട്ടർ ആണോ എറക്റ്റ് ആയിരിക്കോ? ഈ റിയലിന്റെ കൂടെ എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഇമേജ് വരയ്ക്കാൻ പറ്റില്ല, കാരണം റേ അത്ര അടുത്ത കൂടി ചേരണേ. ഓക്കെ, അപ്പൊ സാധാരണ റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യണം എന്താ? റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ നമ്മൾ പറയും റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ സാധാരണ പ്രിൻസിപ്പൽ ആക്സിസ് വെക്കും. ഇത് പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് പോള്, ഇത് എഫ്, ഇത് സി. ഇങ്ങനെ വെക്കും. എവിടെ വേണേലും ഒബ്ജക്റ്റ് വെക്കാം. റഫ് ഐഡിയ കേട്ടോ, ആവശ്യമുള്ള ചോദിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറയണേ. നിങ്ങളുടെ പ്രശ്നമുള്ളത് ചോദിച്ചിട്ട് വേണം എനിക്ക് +2ലേക്ക് കിടക്കാൻ. +2ല് 2 ഡെറിവേഷനെ ആകെ പഠിക്കാനുള്ളത്. ആ 2 ഡെറിവേഷൻ പറയണമെങ്കിൽ ഇതിനെ കുറിച്ചൊരു ബോധം ഉണ്ടാവണം. അല്ലെങ്കിൽ ഡെറിവേഷൻ കാണാതെ പഠിക്കുന്നു. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇൻട്രൊഡക്ഷൻ തരുന്നത്. സിലിസൺ. ഓക്കെ കേട്ടോ. അപ്പൊ ഒബ്ജക്റ്റ് വെക്കണം. നമ്മൾ ഇവിടെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഒബ്ജക്റ്റ് വെച്ചു. ഇത് ഒബ്ജക്റ്റ് ബിയോണ്ട് സി എന്ന് പറയും. സിയുടെ അപ്പുറം ബിയോണ്ട് സി. ഇത് ഇവിടെ വെച്ചാൽ അറ്റ് സി എന്ന് പറയും. ഇത് ബിറ്റ്വീൻ സി ആൻഡ് എഫ് എന്ന് പറയും. ഇത് അറ്റ് എഫ് എന്ന് പറയും. ഇത് ബിറ്റ്വീൻ പി ആൻഡ് എഫ് എന്ന് പറയും. ഈ ബിറ്റ്വീൻ പി ആൻഡ് എഫ് കണ്ട് പരിചയമുണ്ടോ ഇതിനു മുമ്പ് ആർക്കെങ്കിലും? ബിറ്റ്വീൻ പി ആൻഡ് എഫ് കണ്ട് പരിചയമുണ്ടോ ആർക്കെങ്കിലും? കൈപൊക്കുക. ബിറ്റ്വീൻ പി ആൻഡ് എഫ് കണ്ട് പരിചയമുണ്ടോ ആർക്കെങ്കിലും? ചെറിയ എവിടെയാ കണ്ടുപരിചയം ബിറ്റ്വീൻ പി ആൻഡ് എഫ്? ബ്രില്യന്റ് കണക്ഷൻ. മൈക്രോസ്കോപ്പിൽ ബിറ്റ്വീൻ ഒ ആൻഡ് എഫ് നമ്മൾ കോൺകേവ്, ഇത് കോൺകേവ് പറഞ്ഞാണ്. അവിടെ കോൺവെക്സ് ലെൻസിൽ ഇവിടെ വെച്ചായിരുന്നു. ഇവിടെ വെച്ചപ്പോൾ ഒരു പ്രത്യേക കേസാണ് സംഭവിച്ചത്. എന്തായിരുന്നു കേസ്? ആദിൽ നസിയെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ അവിടെ ഉണ്ടായ ഇമേജ് വെർച്വൽ ആയിരുന്നോ റിയൽ ആയിരുന്നോ? അല്ല അങ്ങനെയല്ല. ബിറ്റ്വീൻ ഒ ആൻഡ് എഫ് വെച്ചിട്ട് സിമ്പിൾ മൈക്രോസ്കോപ്പ്, ഷെറിൽ പറഞ്ഞ പോലെ സിമ്പിൾ മൈക്രോസ്കോപ്പിലും ബിറ്റ്വീൻ ഒ ആൻഡ് എഫ് വെച്ചു. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ബിറ്റ്വീൻ ഒ ആൻഡ് എഫ് വെച്ചിട്ടാണ് ചെയ്തത് ഒബ്ജക്റ്റ്. അങ്ങനെ അത് ഇവിടെ ബിറ്റ്വീൻ ഒയ്ക്ക് പകരം ഇവിടെ പി ആയിട്ടുണ്ട്. അവിടെ വെച്ചപ്പോൾ ഉണ്ടായ ഇമേജ് എന്തായിരുന്നു? വെർച്വൽ ആയിരുന്നോ റിയൽ ആയിരുന്നു? അത് നീ വിട്ടുപോകരുത്. കോൺവെക്സ് ലെൻസിലെ സ്പെഷ്യൽ കേസ് ആണത്. കോൺവെക്സ് ലെൻസിൽ എല്ലാ കേസിലും റിയൽ ഉണ്ടാവുള്ളൂ, പക്ഷെ ആ കേസിൽ മാത്രം വെർച്വൽ ഉണ്ടാവുള്ളൂ. അതെങ്ങനെ ഓർക്കണേ? വെർച്വലിന്റെ കൂടെ എറക്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓർക്കണേ, ബാക്കിൽ ഉണ്ടാവും. അത് ഞാൻ വീണ്ടും പറയാം പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി. 10ാം ക്ലാസ്സിൽ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. ഇതിലത്രയില്ല എങ്കിലും ചോദിക്കും. സിമ്പിൾ മൈക്രോസ്കോപ്പിലെ കേസ് അങ്ങനെ പരീക്ഷയ്ക്ക് കഴിഞ്ഞത് വെച്ച് ചോദിക്കണേ. അതിലെ സി വിട്ടുപോകാൻ പാടില്ല. കണക്ഷൻ ഇല്ലാതെ കാണാതെ പഠിക്കാത്തതുകൊണ്ടല്ല, കണക്ഷൻ കുറവായതുകൊണ്ടാണ്. ബിറ്റ്വീൻ ഒ ആൻഡ് എഫ് വെച്ചാൽ, അല്ലെങ്കിൽ ബിറ്റ്വീൻ പി ആൻഡ് എഫ് വെച്ചാൽ, മിററിലായിക്കോട്ടെ ലെൻസിലായിക്കോട്ടെ, അതൊരു സ്പെഷ്യൽ പോയിന്റ് ആയിട്ട് അത് എഴുതണം. വീണ്ടും എഴുതണം. അപ്പൊ ഇപ്പൊ തന്നെ പഠിക്കും. ബിറ്റ്വീൻ ഒ ആൻഡ് എഫ് അല്ലെങ്കിൽ ബിറ്റ്വീൻ പി ആൻഡ് എഫ് വെച്ചാൽ അതൊരു സ്പെഷ്യൽ കേസാണ്. സാധാരണ കോൺവെക്സ് ലെൻസിൽ ഇന്നലത്തെ ടോപ്പിക്കാണ് പറഞ്ഞത്, എല്ലാം റിയലാണ് ഉണ്ടാവണേ. പക്ഷെ ഇത് മാത്രം വെർച്വൽ ആയിരിക്കും. വെർച്വലിന്റെ കൂടെ എറക്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത്. ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു. അടുത്ത് കോൺകേവ് മിററിൽ എല്ലാം റിയലാണ്. എല്ലാം റിയലും ഇൻവെർട്ടഡും. പക്ഷെ ഈ ഒരു കേസ് മാത്രം ആരായിരിക്കും? വെർച്വൽ ആയിരിക്കും.
അതൊരു സ്പെഷ്യൽ കേസാണ്. പക്ഷെ അത് നമുക്ക് മൈക്രോസ്കോപ്പിന് പോലെ ഉപയോഗമില്ല, നമ്മൾ ഉപയോഗിക്കണില്ല. വേറെ ഉപയോഗമുണ്ട്, ഇപ്പൊ നമുക്ക് പഠിക്കാനില്ല. ക്ലിയർ? കൃത്യമായി എഴുതിയിട്ടുണ്ടാവണം, വീണ്ടും 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 എഴുതണം. അപ്പൊ എന്താ വെച്ചാൽ വീണ്ടും 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 നമ്മൾ കേട്ട് കേട്ട് പഠിക്കും. അതൊരു മെത്തേഡാണ്, കേട്ടും പറഞ്ഞും പഠിക്കുക. എന്നിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ഇത് കുറെ നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടി സ്കൂളിൽ പോവും, കുറെ നോട്ട് എഴുതിക്കാൻ വേണ്ടി ടീച്ചർമാരെ കേൾക്കും. അങ്ങനെ ഒരു മെത്തേഡ് ആവരുത് നിങ്ങൾ. ഓക്കെ, ശരി. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ, ഇതൊന്നും നമ്മുടെ ടോപ്പിക്കല്ല, അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോയിന്നുള്ളൂ. പിള്ളേരെ റെസ്പോണ്ട് ചെയ്യാതെ വന്നപ്പോ ഞാൻ വീണ്ടും വീണ്ടും പറയണമെന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എവിടെ വേണേലും വെക്കാം. ശരി, ഇപ്പൊ എവിടെയെങ്കിലും ഓർമ്മ വെച്ചു എന്ന് കൂട്ടിക്കോ. എവിടെ വെച്ചാലും നമ്മുടെ റേ ഡയഗ്രം വരയ്ക്കുന്ന റൂളുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാം. റേ ഡയഗ്രം വരയ്ക്കുന്ന റൂളുകളുണ്ട്, കേട്ടോട്ടോ, ശ്രദ്ധിച്ചോളൂ. റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഒരു റൂൾ എന്ന് പറയുന്നത് എങ്ങനെ വേണേലും വരയ്ക്കാം. ഒരു റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു റേ പാരലൽ ആയിട്ട് അയക്കണം. ഒബ്ജക്റ്റിന്റെ ഹെഡിൽ നിന്നും ഒരു റേ പാരലൽ ആയിട്ട് അയക്കണം. ഒന്നാമത്തെ റൂൾ അതാണ്. എന്നിട്ട് അത് ഇതിൽ കൂടെ വിടണം, ഫോക്കസിൽ കൂടെ പോകും. എല്ലാത്തിലും അങ്ങനെയാണ്. പാരലൽ ആയിട്ട് ചെന്ന് ഇടിച്ചാൽ ഫോക്കസിൽ കൂടെ പോകും. ഫോക്കസിൽ കൂടെ പോകുന്ന പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്യണം. ഇങ്ങനെ ഫോക്കസിൽ കൂടെ വിടണം. റിഫ്ലക്ട് ചെയ്ത് ഫോക്കസിൽ കൂടെ നമ്മൾ വിടണം. നല്ല സ്കെയില് വെച്ചിട്ടാണ് പരീക്ഷയ്ക്ക്. നിങ്ങൾ ഇപ്പൊ റഫായിട്ട് വരച്ചാലും കുഴപ്പമില്ല, സ്കെയിലാണെങ്കിൽ സ്കെയിൽ വെച്ച് വരച്ചോ, ഇല്ലെങ്കിൽ വിടാം. ഫോക്കസ് കൂടെ വിടും. ഓക്കെ, ആരാ പറയണേ രണ്ടാമത്തെ റേ എങ്ങനെ അയക്കണേ? ആരാ പറയണേ രണ്ടാമത്തെ റേ എങ്ങനെ അയക്കണേ? ആരാ പറയണേ? പറഞ്ഞ അനക കേക്കട്ടെ. എനിക്ക് കുറെ പേര് കൈ വെക്കിയിട്ടുണ്ട്, നല്ലതാണ്. എനിക്ക് കൈ കാണണം. അപ്പോഴേ നിങ്ങള് ആ രണ്ടാമത്തെ റേ സെന്റർ ഓഫ് കർവേച്ചർ കൂടെ വിടാം, ഉറപ്പാണ്. സെന്റർ ഓഫ് കർവേച്ചർ കൂടെ വിടാം. സെന്റർ ഓഫ് കർവേച്ചർ കൂടെ വിടുമ്പോ ആ റേ എങ്ങനെയാണെന്നറിയോ? സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വിടുന്ന റേ അങ്ങനെ തന്നെ തിരിച്ചു വരും എന്നാ പഠിച്ചത്. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വിടുന്ന റേ ചെന്ന് ഇടിച്ചിട്ട്, അപ്പൊ ശരിക്കും റൂൾ എങ്ങനെയാണെന്ന് 10ാം ക്ലാസ്സിലാണ്, ചെന്ന് ഇടിച്ചിട്ട് തിരിച്ചു വരുന്നതായിട്ട് കാണിക്കണം. തിരിച്ചു വരുന്ന ആളോട് മീറ്റ് ചെയ്യും. ഇവിടെ ആയിരിക്കും എന്തുണ്ടാവണേ? മാളവിക, ഇവിടെയാണ് എന്തുണ്ടാവണം മാളവിക? ഇമേജ് ഉണ്ടാവുന്നത്. അപ്പൊ തല തിരിഞ്ഞിരിക്കും. ഇമേജ് ഉണ്ടാവും. ഈ 10ാം ക്ലാസ്സിൽ ഇതാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 10ാം ക്ലാസ്സിൽ പ്രാധാന്യം കൊടുക്കാത്ത ഒരു റേയോടെ ഉണ്ട്. ആർക്കെങ്കിലും പറയാവോ? വേറെ രീതിക്ക് വരയ്ക്കാം, വേറെ രീതിക്ക് വരയ്ക്കാം. സുഫിനെ ഒന്ന് പറഞ്ഞ. സുഫിനെ എങ്ങനെ വിടണേ? അത് ഫോക്കസിൽ കൂടെ വിട്ടിട്ടാ അങ്ങനെ പറഞ്ഞുണ്ട്. അവരുടെ കറക്റ്റാ. ഫോക്കസിൽ കൂടെ റേ വിടാം. കാരണം എത്ര റേ വരണ്ട് ഒബ്ജക്റ്റീവ്? സലാഹുദ്ദീനെ, ഒബ്ജക്റ്റിന് എത്ര റേ വരണ്ട് സലാഹുദ്ദീനെ? അബ്സല്യൂട്ട്ലി ബ്രില്യന്റ്, ബ്രില്യന്റ്. ഇഷ്ടംമാതിരി വരണ്ട്. അതിൽ ഏതെങ്കിലും അക്കോർഡിംഗ് ടു റേ ഡയഗ്രം ഏതെങ്കിലും 3ഓ 4ഓ ഒന്നുമില്ല, നമുക്കറിയാവുന്നത് എടുത്ത് വരയ്ക്കാന്ന. ഇഷ്ടംമാതിരി റേ വരണ്ട്. പിള്ളേരെ ഓർമ്മ ആകെ 2 റേ വരുന്നുണ്ടോ? ഏതെങ്കിലും 1ഓ 2ഓ എടുത്ത് വരയ്ക്കുക. അപ്പൊ ഇവിടെ കേട്ടോ, ഇവിടെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ വെച്ചാൽ ഫോക്കസിൽ കൂടെ ആവാൻ പറഞ്ഞത് വിട്ടിട്ട് തിരിച്ചു വരുമ്പോ അത് കൃത്യമാണ്. ഒരു റേ നമുക്ക് ആവശ്യമായ വേറൊരു റേ ഉണ്ട്. എന്താ ഞാൻ പറഞ്ഞത്? നേരെ പീല് ചെന്നിടിക്കട്ടെ അവൻ. അങ്ങനത്തെ റേ എടുത്താൽ അക്കോർഡിംഗ് ടു റേ ഡയഗ്രം അങ്ങനെ ചെന്നിടിച്ചാൽ അവൻ നേരെ തിരിച്ചു വരുന്നതാണ്. നേരെ തിരിച്ചു കറക്റ്റ് ഇതിൽ കൂടെ പോകും. അങ്ങനെ റേയാണ്. ഇവൻ ഒരു രസമുണ്ട് അതിനകത്ത്. ഇവൻ ഇടിച്ചിട്ട് തിരിച്ചു പോകണമല്ലോ, എത്ര ആംഗിളിലാണോ വന്നിടിക്കണേ അതേ ആംഗിളിൽ തിരിച്ചു പോകും. സെയിം ആയിരിക്കും, സെയിം ആംഗിൾ ആയിരിക്കും. ബിക്കോസ് അക്കോർഡിംഗ് ടു ലോ ഓഫ് റിഫ്ലക്ഷൻ, റിഫ്ലക്ഷന്റെ ലോസിൽ ഒരു ലോ എന്താണ്? എത്രയാണോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അത് തന്നെയായിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്തായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അത് തന്നെയായിരിക്കും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ പച്ചയാണ്. കുറെ ഐറ്റംസ് ഞാനത് പറയും കേട്ടോ. എനിക്ക് +2 ടോപ്പിക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ എല്ലാം ഞാൻ പറയും, ബോധപൂർവ്വം ഞാൻ പറയണേ. ഇതൊന്നും ഇപ്പൊ കേൾക്കാട്ട് മനസ്സിലാക്കാതെ എഴുതിയെടുത്താൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ രക്ഷപ്പെട്ടു പോകും. അത് നിങ്ങൾക്ക് രക്ഷപ്പെടണല്ല, അത് നിങ്ങൾ രക്ഷപ്പെടണല്ല, കുടുങ്ങണേ അത്. അപ്പൊ പിന്നെ പറയാൻ പറ്റാതെ ആവരുത് ആ സമയത്ത്. ഞാൻ 3-4 അവരോട് എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ.
പക്ഷെ നിങ്ങളെല്ലാം ആൻസർ പറയാൻ പറ്റണം. അതിനുള്ള ഐറ്റംസ് ഞാൻ ഇവിടെ തരും. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനമല്ല. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പഠിപ്പിക്കാൻ പോകുന്നുള്ളൂ. ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളാം. ഇതെല്ലാം ഞാൻ ഇതിന്റെ ഡെറിവേഷനിൽ ഉപയോഗിക്കുന്ന ഐഡിയാസ് ആണ്. അപ്പൊ ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. എന്ത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എവിടെ ചെന്ന് ചാടിയാലും എത്ര ആംഗിളിലാണോ ചാടുന്നത് അത് ആംഗിളിലായിരിക്കും റിഫ്ലക്ട് ചെയ്യും. എന്നാൽ റിഫ്രാക്ഷൻ അങ്ങനെ ഇല്ല. റിഫ്രാക്ഷൻ ആംഗിൾ മാറിപ്പോകും. ഓക്കെ, ഇതാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ ഒരു സാധനം. അപ്പൊ തീറ്റ ചെന്ന് കഴിച്ചാൽ തീറ്റന് വന്നതാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആരൊക്കെ തമ്മിലുള്ള ആംഗിളാ? പറഞ്ഞേ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആരൊക്കെ തമ്മിലുള്ള ആംഗിളാ? കൈ പൊക്കിക്കേ. 10 വയസ്സായി എന്റെ കൈ പൊക്കാത്ത ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആരൊക്കെ തമ്മിലുള്ളതാ? ഇൻസിഡന്റ് റേ നോർമൽ. അപ്പൊ മോള് നോക്കി, ഇതാണ് ഇവിടുത്തെ ഇൻസിഡന്റ് റേ. ശരിക്കും ഇതാണ് ഇവിടുത്തെ ഇൻസിഡന്റ് റേ. നോർമൽ ഏതാ? നോർമൽ ഏതാ? പതിവ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഇവിടെ നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെ നോർമൽ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ പോണ് പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. ശരി, അതുകൊണ്ടാണ് ഇതാണ് ആംഗിൾ ഓഫ്, ഇതാണ് റിഫ്ലക്റ്റഡ് റേ. ഈ പോണെയാണ് റിഫ്ലക്റ്റഡ് റേ. അപ്പൊ അതുകൊണ്ടാണ് അവൻ കണ്ട തീറ്റ ഞാൻ വരച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ ആക്സിസുമായിട്ട്. അപ്പൊ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ആ പോയിന്റിലെ നോർമൽ. ഇയാളാണ് ആ പോയിന്റിലെ നോർമൽ. ഓക്കെ, കേട്ടോ, ശരിക്കും കേട്ടോ. അത് കടന്നു പോകുന്നത് സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെയാണ്. അത് കടന്നു പോകുന്നത് സെന്റർ ഓഫ് കർവേച്ചർ. പണ്ട് ഞാൻ ഒരു സാധനം പഠിപ്പിച്ചിട്ടുണ്ട്. നോക്കിയേ, ഇവിടെ ഒരു പോയിന്റ് എടുത്ത് പിള്ളേർ, ഇത് ഇവിടെ ഒരു പോയിന്റ് എടുത്തേ, പി എടുക്കാൻ പറ്റില്ലല്ലോ. ഏതൊരു പോയിന്റ് എടുത്തേ, എ. ഈ റേനെ എന്ത് പേരിട്ട് വിളിക്കാം? ഈ റേനെ എന്ത് പേരിട്ട് വിളിക്കാം? പറഞ്ഞ ആസിഫ് മക്കാരെ, ഈ റേനെ എന്ത് പേരിട്ട് വിളിക്കാം? അല്ല, ഈ വരുന്ന റേ ആണ് ഇൻസിഡന്റ് റേ. ഇതാണ് ഇൻസിഡന്റ് റേ. ഏത്? ഈ എയിലേക്ക് വന്ന് ചാടുന്ന റേ ഇതാണ് ഇൻസിഡന്റ് റേ. ഓക്കെ, ശരി. ഈ പോകുന്ന റേ ആണ് എന്ത് റേ? ഈ പോകുന്ന റേ ആണ് എന്ത് റേ? ന്യാലൂസബേ, എന്ത് റേ? റിഫ്ലക്റ്റഡ് റേ. അബ്സല്യൂട്ട്ലി റിഫ്ലക്റ്റഡ് റേ. അപ്പൊ എന്റെ ചോദ്യം, ഇവിടെ ഏതാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഇവിടെ ഏതാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ഒന്ന് കൈപൊക്കിക്കേ. ഇവിടെ ഏതാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആരാ കൈ പോക്കണേ? ആദിൽ മുഹമ്മദ് CS എന്ന് പറഞ്ഞു നോക്കിയേ. അതെ, ഇൻസിഡന്റ് റേയുടെ നോർമലിന്റെ. അപ്പൊ നോർമൽ എങ്ങനെ വരയ്ക്കണം പോലെ? അതാണ് എന്റെ ചോദ്യം. അതിൽ പോലെ എവിടെ നോർമൽ നമ്മൾ വരയ്ക്കും? പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കണം. അപ്പൊ എങ്ങനെ വരയ്ക്കും? ഏത് പെർപെൻഡിക്കുലർ ആയിട്ട് എങ്ങനെ വരയ്ക്കും? കൈ പൊക്കിക്കൊണ്ട് അറിയാവുന്നവര് ഏതിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കും? രണ്ട് റേയുടെ അങ്ങനെ നമുക്ക് പറഞ്ഞാൽ ക്ലാരിറ്റി കുറവാണ്. 2 റേയുടെ ആരാ പറഞ്ഞേ? കൈ പൊക്കി. ഞാൻ പഠിപ്പിച്ചതാ ലെൻസ് പഠിപ്പിച്ചപ്പോ ഞാൻ പഠിപ്പിച്ചതാ. ഒരു വളഞ്ഞ ഭാഗത്തുനിന്ന്, ഒരു കേർവ്ഡ് ഭാഗത്തുനിന്ന് നോർമൽ വരയ്ക്കാൻ പറഞ്ഞത് എന്ത് ചെയ്യണം ഞാൻ പഠിപ്പിച്ചതാ. കൈപൊക്കി ഞങ്ങൾ 1, 2, 3 എങ്ങനെ അടിയിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ചിട്ട് അടിയില് അങ്ങനെ പോണ്ട. അൻവർ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ, എങ്ങനെ വരയ്ക്കും? പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുമ്പോ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്ത് പ്രശ്നമാണല്ലോ. കേട്ടോ, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് ചുമ്മാ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ടാ. എന്ന് പറയാൻ റൂബിയെ കേക്കട്ടെ. അത് തന്നെ ലാസ്റ്റ് ആണ് അവൻ പറഞ്ഞത്, റൂബി പറഞ്ഞത് കറക്റ്റ് ആണ്. സെന്റർ ഓഫ് കർവേച്ചർ കൂടെ വിടുന്നതാണ് റൂള്. നിങ്ങൾക്ക് ഏതൊരു വളഞ്ഞ ഭാഗത്തു നിന്നും പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആ വളഞ്ഞ ഭാഗത്ത് നിന്ന് നേരെ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് വരച്ചാൽ മതി. നിങ്ങൾ വേറെ ഒന്നും പെർപെൻഡിക്കുലർ ഒന്നും നോക്കണ്ട. സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വരയ്ക്കണം. അവിടുന്ന് ആ പോയിന്റിൽ നിന്ന് സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് ഒരു സാധനം. ഇതാണ് അവിടുത്തെ നോർമൽ. അപ്പൊ ഇതായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതായിരിക്കും ആംഗിൾ ഓഫ് പ്രശ്നം പറ. അപ്പൊ നോർമൽ വരയ്ക്കാൻ പഠിച്ചു, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പഠിച്ചു, പല ടൈപ്പിൽ റേ ഉണ്ടാവുന്ന പഠിച്ചു.
എന്തെങ്കിലും പ്രശ്നമാണ് ഇപ്പൊ പറഞ്ഞത്. ഇതൊക്കെ എഴുതി വെച്ച ഉറപ്പുള്ളവരായിരിക്കണം. ഇതൊക്കെ ഉറപ്പുള്ളവരായിരിക്കണം. ഓക്കെ, ഉറപ്പാണ്. ഇതെല്ലാം ഉറപ്പാണ്. ഓക്കെ, എങ്കിൽ നമ്മൾ പ്ലസ് ടുവിലേക്ക് കിടക്കാം. ഇതെല്ലാം പിള്ളേർക്ക് ഉറപ്പാണ്. നമുക്ക് പ്ലസ് ടുവിലേക്ക് കിടക്കാം. പ്ലസ് ടുവിലെ ആദ്യത്തെ രണ്ട് ഡെറിവേഷൻ ആദ്യത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് പിള്ളേർ നോട്ട് ചെയ്തോ. ഓക്കെ പിള്ളേർ, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. റൈറ്റ്, നമുക്ക് രണ്ട് ഡെറിവേഷനാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ഡെറിവേഷൻ എന്ന് പറയുന്നത് എന്റെ ഹിസ്റ്റോറിക്ക് ഞാൻ പറഞ്ഞത് എളുപ്പമാണ് പഠിക്കാൻ. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്. ഇതാണ് ആദ്യത്തെ പഠിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ്, അതാണ് നമുക്ക് പഠിക്കുന്നത്. ഓക്കെ, ആറ് വർഷം തമ്മിലുള്ള റിലേഷൻ. ആരാണ് ആറും ആരാണ് എഫ്? പറഞ്ഞേ മുഹമ്മദ് സാലിമേ, ആരാ ക്യാപിറ്റൽ ആർ, ആരാണ് എഫ്? പറഞ്ഞേടാ. റേഡിയസ് ഓഫ് കർവേച്ചറും ഫോക്കൽ ലെങ്തും. ഇത് തമ്മിൽ എന്താ ബന്ധം? നീ വെറുതെ നോക്കിയിട്ടെന്ന് പറയാം. ഇവര് തമ്മിൽ എന്താ ബന്ധം? വെറുതെ നോക്കിയിട്ട് പറയാനോ ബന്ധം? വെറുതെ നോക്കിയാൽ മനസ്സിലാവല്ലോ. ആ, ഫോക്കൽ ലെങ്ത്തിന്റെ 2 into r is equal to 2 into r. അതായത് ഫോക്കൽ ലെങ്ത് ആറിന്റെ ഡബിൾ ആണ്. ആണോ? അല്ല, ആറിന്റെ ഡബിൾ ആണ് 2f. അതല്ലേ? അതല്ലേ എഴുതിയാണ്. ആറിന്റെ ഡബിൾ ആണ് എഫ് എന്നല്ലേ എഴുതിയാണ്. ആണോ? അങ്ങോട്ട് പറഞ്ഞിട്ട് നീ നിന്റെ ഉറക്കം അങ്ങോട്ട് വിടട്ടെ. പറഞ്ഞു ആർ ഈസ് ഈക്വൽ ടു 2f. അതായത് എഫിന്റെ ഡബിൾ ആണ് ആറ്. എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മൾ വരയ്ക്കുമ്പോഴും അങ്ങനെയാ. എഫ് 3 സെന്റിമീറ്റർ ആണ്, ആറ് 6 സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കാൻ പറയും. ശരിയാ, അത് പ്രൂവ് ചെയ്യണം. 2 മാർക്കിന്റെ ഡെറിവേഷനാണ്, അത് പ്രൂവ് ചെയ്യാൻ പറയും. ഓക്കെ, അതിന് ഹിസ്റ്ററിയും ഫിഗറൊക്കെ ഞാൻ വരച്ചു. ഓക്കെ, എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. 2 മാർക്കിന്റെ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഫിഗർ വരയ്ക്കും. ഈ സാധനം ബോധമായാലും നമ്മൾ ഫിഗർ വരയ്ക്കും. കോൺകേവ് എടുത്താ വരയ്ക്കണം. കോൺവെക്സ് വെർച്വൽ ആയതുകൊണ്ട് വരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതെടുത്താലും കിട്ടും, പക്ഷെ കോൺകേവ് എടുത്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ നമ്മൾ കോൺകേവ്, കുറച്ച് ഭംഗിയായ ഒരു കോൺകേവിനെ വരയ്ക്കും. വലുതായിട്ട് തന്നെ. നല്ല സ്ഥലം എടുത്ത് വരച്ചോ ഫിഗർ. നല്ല സ്ഥലം എടുത്ത് തന്നെ വരച്ചോ. അടുത്തതിലേക്കാൾ സ്ഥലം എടുക്കണം. ഒരു കോൺകേവ് വരച്ചു. ഒരു പ്രൊട്രാക്ടർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് ഒരു പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്തോളൂ? പ്രൊട്രാക്ടർ വെച്ചിട്ട് ഷേപ്പ് ഒക്കെ വരച്ചോളൂ. അല്ലെങ്കിൽ കോമ്പസ് വരച്ച് വെച്ചാൽ ഭംഗിയാവും. മാർക്കുണ്ടേ, ഫിഗറിന് മാർക്കുണ്ട്. എന്നിട്ട് പ്രിൻസിപ്പൽ ആക്സിസ് വിട്. പ്രിൻസിപ്പൽ ആക്സിസ് എവിടെ? ഇവിടം വരെ മതി ശരിക്കും. മിററാനും ബാക്ക് നമുക്ക് ആവശ്യമില്ല. അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ആവശ്യമില്ല. ശരിക്കും ഇത് മതി. ഓക്കെ, ഇത് പോൾ പി എന്ന് കൊടുക്ക്. ഇവിടെ എഫ് എന്ന് കൊടുക്ക്. ഇവിടെ സി എന്ന് കൊടുക്ക്. എന്നിട്ട് ഒരു റേനെ അങ്ങോട്ട് പാരലായിട്ട് അയക്ക്. ഒരു റേൻ ഇവിടുന്ന് പാരലായിട്ട് അങ്ങോട്ട് അയക്കും. പിള്ളേര് ചെന്നിരിക്കട്ടെ. നമുക്കൊരു പേര് കൊടുക്കാം. എ ബി എന്ന് വേണ്ടി പേര് കൊടുക്കാം.
എ ബി എന്ന് വേണ്ട, എ ബിക്ക് എപ്പോഴും ഒബ്ജക്റ്റിനാണ് സാധാരണ എ ബി എന്ന് കിട്ടുന്നത്. ഒ ബി ഒബ്ജക്റ്റ് ഇഷ്ടമുള്ള കൊടുക്ക. ഒരു മണി ഇതോ പി അവിടെ കൊടുത്തില്ലേ, എക്സ് വൈന്നോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. എ ബി എന്ന് വേണമെങ്കിൽ കൊടുത്തോ, എ ബി അങ്ങനെ കൊടുത്തോ. നമുക്ക് മറ്റൊരു വേറെ പേര് കൊടുക്കാം, എ ബി എന്ന് പേര് കൊടുത്തോ. ചെന്നിടിച്ചാൽ എങ്ങനെ പോകുന്ന പഠിപ്പിച്ചേ? നിങ്ങൾ ചെന്നിടിക്കുന്ന ആൾ എങ്ങനെ പോകുന്ന പഠിപ്പിച്ചേ? പറഞ്ഞോ, ഇവിടെ പറഞ്ഞു ചെയ്തോ. എങ്ങനെ പോകുന്ന പഠിപ്പിച്ചേ? സുഹൈലേ, മൊബൈൽ കളിച്ചോണ്ടിരിക്കാതെ വേറെ പറഞ്ഞു പോട്ടെ. പറഞ്ഞേ, നീ എങ്ങനെയാ പോണേ? ഫോക്കസിൽ കൂടെ പോകും. പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്തോ, നമുക്ക് സമയം കളയണ്ട, അത്രത്തോളം സമയം കളയണ്ട. എഫിൽ കൂടെ പോകും. ഫോക്കസിൽ കൂടെ കൂടെ ഭംഗിയായിട്ടായിരിക്കും, വലുതായിട്ടും ഭംഗിയായിട്ടും വരയ്ക്കും. ഫോക്കസിൽ കൂടെ പോട്ടെ. നോർമൽ വരയ്ക്ക് ഈ പോയിന്റില് നോർമൽ വരയ്ക്ക് എല്ലാവരും നോർമൽ. എ എന്ന് പറയുന്ന പോയിന്റിൽ അല്ല, ബി എന്ന് പറയുന്ന നോർമൽ വരയ്ക്ക്, ബിയിലെ നോർമൽ വരയ്ക്ക്. ആ വരച്ചു, അബ്സല്യൂട്ട്ലി. എങ്ങനെയാ വരച്ചേ അൽഫാദെ? എങ്ങനെയാ വരച്ചേ? സെന്റർ ഓഫ് കർവേച്ചർ. അതിനാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചേ, കഴിഞ്ഞ ടോപ്പിക്കിൽ അത് പഠിപ്പിച്ചേ. സെന്റർ ഓഫ് കർവ് ബിയിൽ നിന്നും സെന്റർ ഓഫ് കർവ് വെച്ചിട്ട് ഒരു നിങ്ങൾ ഡോട്ട് ഇട്ട് വരച്ചോട്ടാ. ഡോട്ട് ഇട്ട് വരച്ചോ. ഞാൻ വേറെ കളർ വെച്ച് വരച്ചോളാം, നിങ്ങൾ ഡോട്ട് ഇട്ട് വരച്ചോ. സ്കെയിൽ ഉപയോഗിക്കണോ പരീക്ഷിക്കുന്നത്? സ്കെയിൽ ഉപയോഗിക്കണം. ഇതാണ് നോർമൽ. ഓക്കെ, ഇങ്ങനെ പോട്ടെ. നോർമൽ എങ്ങനെ ആരോ ഇടരുത്, നോർമലിൽ ആരോ ഇടരുത്. നോർമലില് ആരോ ഇടില്ല, നോർമൽ അത് മനസ്സിലാക്കും. ഇതിൽ നമ്മൾ തീറ്റ എന്ന് കൊടുക്കും. തീറ്റ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, അതും തീറ്റ. രണ്ടും കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ട ഒരു സാധനമുണ്ട്. എന്താണെന്നറിയോ? ഈ ബിയിൽ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞ പുതിയ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ബിയിൽ നിന്നും നിങ്ങളൊരു പെർപെൻഡിക്കുലർ താഴത്തെ കുത്തനെ വരയ്ക്കണം. അതിന് എം എന്ന് കൊടുക്കുക. ബിയിൽ നിന്ന് വരയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ. പേരൊക്കെ ലെറ്റർക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. ചില കുട്ടികൾ ലെറ്റർ ഉൾപ്പെടെ കാണാതെ പഠിക്കും. അപ്പൊ എന്തായിരിക്കും അവർ അനുഭവിക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഓർത്തു നോക്കി. ആ ലെറ്റർ ഉൾപ്പെടെ കാണാതെ പഠിക്കുന്ന കുട്ടികളും അത് എഴുതിക്കൊണ്ട് പോണ കുട്ടികളും എത്ര ബുദ്ധിമുട്ടായിരിക്കും അവർക്കെന്ന് അറിയാം. അപ്പൊ നിങ്ങളിതൊരു ഇഷ്ടമുള്ള പേര് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഹിസ്റ്ററി പറഞ്ഞുതരാം. ഇനി നമ്മുടെ ഹിസ്റ്ററി എന്താണോ ഓർത്തിരിക്കുന്നത്. ഹിസ്റ്ററി നമുക്കുള്ള പരിപാടി, എക്സ്ക്ലൂസീവ്. ഓക്കെ, നമുക്ക് മാത്രമുള്ള ഒരു പരിപാടി. ഒന്ന്, ഫിഗറും ലെറ്റും വരയ്ക്കാൻ പറഞ്ഞു. ഫിഗറും ലെറ്റും വരച്ചു. അപ്പൊ എങ്ങനെയാണ് ഡെറിവേഷൻ ചെയ്യണേന്നാണ് ഹിസ്റ്ററി നമ്മൾ ഓർമ്മപ്പെടുത്തി. എങ്ങനെ ഓർത്തിരിക്കാം, എങ്ങനെ ബാക്ക് ചെയ്ത് തുടങ്ങണം, അതാണ് നമ്മൾ ഹിസ്റ്ററി വരയ്ക്കുക. ഡെറിവേഷൻ ബാക്ക് ചെയ്ത് ഫിഗറും ലെറ്റും ആദ്യം വരയ്ക്കും. അപ്പൊ ഇത് എന്തൊക്കെയാണ് ഫിഗർ എന്നുള്ള എല്ലാം ലെറ്റ് വെച്ച് പറയും. ലെറ്റ് അങ്ങനെയാണ്, ലെറ്റ് എ ബി ആണ്, അതാണ്, ഇതാണ്, എം വരച്ചു, തീറ്റേണ്ടതാണ്, സി ബി നോർമൽ ആണ്, ഇതെല്ലാം പറയും. എടുക്കാൻ പറയും ഫിഗറിൽ. രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ് മെയിൻ സാധനം. ഇതിനകത്ത് ആകെ നമ്മുടെ പണി എന്ന് പറയുന്നത്, നമുക്ക് പറയേണ്ടത് ആരൊക്കെ തമ്മിലുള്ളതാണെന്ന് അറിയാം. നമുക്ക് പറയേണ്ടത് ആദ്യം എയിം എന്ന് ക്ലിയർ ചെയ്യും. നമുക്ക് വേണ്ട നമ്മുടെ എയിം എന്ന് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ആർ ആൻഡ് എഫ് ആണ്. ആർ ആൻഡ് എഫ് എന്ന് പറയുമ്പോൾ ഈ ഫിഗറിൽ ആരൊക്കെ തമ്മിലാ? ഫിഗറിൽ അതിന്റെ ഫുൾ പേരുകൾ ഒന്ന് പറഞ്ഞേ. ആരാ പറഞ്ഞേ? ആറും എഫിന്റെ ഫുൾ പേരുകൾ പറഞ്ഞേ ചന്ദന. ഫിഗറിൽ ആറും എഫിന്റെ ഫുൾ പേരുകൾ പറഞ്ഞേ. ആറ് എന്ന് പറഞ്ഞ എവിടം വരെയുള്ള വെച്ചേ? സെന്റർ ഓഫ് കർവേച്ചറിനും പി വരെ. പി വരെ. അപ്പൊ സി പി. അപ്പൊ റിലേഷൻ ബിറ്റ്വീൻ സി പി ആൻഡ് പറഞ്ഞേ. പിന്നെ പറോച്ചേ. പിന്നെ ഫോക്കസ് ചെയ്യുന്ന പി വരെ.
അപ്പൊ ആരാ അതിന്റെ പേര് CP പോലെ മറ്റേ എന്ത് വിളിക്കാം? FP. അപ്പൊ നമുക്ക് വേണ്ടത് എയിം ആദ്യം സെറ്റ് ചെയ്യുക. റിലേഷൻ ബിറ്റ്വീൻ CP ആൻഡ് FP ആണ് നമുക്ക് വേണ്ടത്. ഇത് ആദ്യം സെറ്റ് ചെയ്യുക. R ആൻഡ് F എന്ന് പറയുമ്പോൾ CPയും FP ആണ് കേട്ടോ. മൂന്നാമത്തെ ഒരു പരിപാടി ഈ പഠിപ്പിക്കുന്നതിലും ഇന്ന് പഠിപ്പിക്കാൻ പോണ അടുത്ത ഡെറിവേഷനിലും പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന സാധനത്തിന് റോൾ ഉണ്ട്. ഇത് നിങ്ങൾ രണ്ടും മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഹിസ്റ്ററി ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എന്താ പറയുക കേട്ടോ? ഈ പെർപെൻഡിക്കുലർ ഇതാണ് കേട്ടോ. ഈ പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കുന്നത് നമുക്ക് റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടാൻ വേണ്ടി. നമ്മൾ അപ്പടി ജോമെട്രി അതിനകത്ത് ഉപയോഗിക്കും കേട്ടോ. അപ്പൊ പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കുന്നത് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? റൈറ്റ് ട്രയാങ്കുലർ. റൈറ്റ് പെർപെൻഡിക്കുലർ നമ്മൾ വരയ്ക്കുന്നത് റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടാൻ വേണ്ടിയാണ്. അത് നമ്മുടെ മനസ്സിൽ വേണമല്ലോ. ഒരു ഡെറിവേഷൻ പഠിക്കുന്ന ഒരാൾക്ക് ആദ്യം ഈ ബോധം ഉണ്ടാവണം. അല്ല ടീച്ചർ വരയ്ക്കാൻ പറഞ്ഞു, ഞാൻ വരച്ചു, അത് എടുക്കാൻ പറഞ്ഞു, നമ്മൾ എടുത്തു, അങ്ങനെയല്ല. പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന സാധനം നമ്മൾ വരയ്ക്കുന്നത് കുറച്ച് റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടാൻ വേണ്ടി. യഥാർത്ഥത്തിൽ നമ്മൾ പറയണേ ഒരു പോയിന്റ് എന്താണ് കേട്ടോ? പെർപെൻഡിക്കുലറുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. നോക്കിയേ, ഈ ബി എങ്ങാനും ഈ ക്യാപിറ്റൽ ബി എങ്ങാനും ഇതിപ്പോ പൊക്കി വരച്ചിട്ടല്ലേ നമ്മൾ. ക്യാപിറ്റൽ ബി ഇവിടെ ആയി കഴിഞ്ഞാലോ? ക്യാപിറ്റൽ ബി ഇവിടെ ആയി കഴിഞ്ഞാൽ റേ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം? റേ ഇങ്ങനെ വരും. ക്യാപിറ്റൽ ബി റേ ഇങ്ങനെ നിൽക്കും. ഇതാണ് പാരലൽ റേ. ഓക്കെ ഇതിന്റെ പെർപെൻഡിക്കുലർ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇതിന്റെ പെർപെൻഡിക്കുലർ വരച്ചാൽ എങ്ങനെ? ഇത് നിങ്ങൾ വരയ്ക്കണ്ട കേട്ടോ. പെർപെൻഡിക്കുലർ വരച്ചാൽ എങ്ങനെ വരയ്ക്കും? താഴത്തേക്ക് വരയ്ക്കും. ഇതെങ്ങനെ വരയ്ക്കും കേട്ടോ. ആ എം അപ്പൊ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കും എം. ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കിക്കോ. മനസ്സിലാക്കി എന്നോട് ചോദിച്ചോളൂ. പരീക്ഷയ്ക്ക് ഇത് എഴുതണ്ട, നമുക്കുണ്ടാവാനുള്ള ബോധമാണ്. ഇതാണ് എം കേട്ടോ. എം ഇവിടെ വരയ്ക്കുന്നത്. അപ്പൊ ക്യാപിറ്റൽ ബി ഇങ്ങനെ നമ്മൾ ഫിഗറിൽ വളച്ചു വരച്ചുകൊണ്ടാണ്. ഇങ്ങനെ വളവുണ്ടാവണമെന്നില്ല മിറർ ഇത്ര വളഞ്ഞിരിക്കണം മിറർ നമ്മൾ കാണാറുണ്ടോ? ഇല്ല, ചെറിയ വളവുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് പഠിക്കാനാണ് നമ്മളിങ്ങനെ വളച്ചു വരച്ചാൽ. അപ്പൊ എം എന്ന് പറഞ്ഞ സാധനം ശരിക്കും ആരുടെ അടുത്താണ്? പിയോട് വളരെ ക്ലോസ് ആണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? പെർപെൻഡിക്കുലർ നമ്മൾ വരച്ചത് എന്ത് കിട്ടാണ്? റൈറ്റ് ട്രയാങ്കിൾസ് കിട്ടാനാണ്. ആക്ച്വലി എം ഈസ് വെരി ക്ലോസ് ടു പി. പിയോട് വളരെ ക്ലോസ് ആണ് എന്ന് ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഡെറിവേഷനിൽ മൊത്തം എം എന്ന് വെച്ച് തുടങ്ങിയാലും എമ്മിന് പകരം പിന്നെ നമ്മൾ എന്തായിരിക്കും ഉപയോഗിക്കണം? പി ആയിരിക്കും ഉപയോഗിക്കണം കേട്ടോ. ഇത് നിങ്ങൾ ഈ ഡെറിവേഷനിലും അടുത്ത ഡെറിവേഷനിലേക്ക് വേണ്ടി എഴുതിയിടേണ്ട കാര്യമാണ്. നിർബന്ധമായി എഴുതിയിടേണ്ട കാര്യം. ഹിസ്റ്റോറിയിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക. അപ്പൊ പിന്നെ എപ്പോ എടുത്തു നോക്കിയാലും നമുക്ക് പിന്നെ ഈ ഡെറിവേഷനിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇനിയൊന്നുമില്ല. ഇത് മാത്രമുള്ള ഒരു കൺഫ്യൂഷൻ. ഇത് നിങ്ങൾക്ക് അങ്ങനെ ക്ലിയർ ആയി വന്നാൽ പിന്നെ നിങ്ങൾക്ക് തിരിയും. എന്തിനാണ് ഞാൻ ഡെറിവേഷൻ പഠിക്കുന്നത്, എങ്ങനെയാ ചെയ്യണമെന്ന് ഓർമ്മ വരും. അപ്പോ പെർപെൻഡിക്കുലർ വരച്ചിട്ട് നമ്മൾ റൈറ്റ് ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇത് ശരിക്കും നമ്മൾ ഈ വരയ്ക്കുമ്പോൾ എന്നല്ല, പ്രാക്ടിക്കലി വരുമ്പോ ഈ എമ്മും പിയും ഒന്നാണ്. അപ്പൊ ശരിക്കും CP എന്ന് പറഞ്ഞതിന് എന്ത് പറയാൻ വേണമെങ്കിൽ CP എന്ന് പറയുന്നതിന് പുതിയൊരു പേര് പറഞ്ഞ അങ്ങനെ CP എന്ന് പറഞ്ഞതിന് CP എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്തെന്ന് പറഞ്ഞാൽ മതി? CP തന്നെയായിരിക്കും. ആര് പറഞ്ഞേ? നസ്രിൻ കെ. CPക്ക് പകരം എന്തെന്ന് പറയാം? നസ്രിൻ കെ CM എന്ന് പറയാം. കേട്ടോ. അൽഫാദെ നമ്മൾ CM എന്നായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം എന്തായിരിക്കും? നമ്മൾ CPക്ക് പകരം CM എന്നായിരിക്കും നമ്മൾ പടം വരയ്ക്കുമ്പോൾ ചെയ്യാൻ കാരണം എന്തായിരിക്കും? കാരണം ബിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടണത്. അത് റൈറ്റ് ട്രയാങ്കിൾ ഉപയോഗിക്കുമ്പോൾ CM ആയിരിക്കും നമുക്ക് പറയാൻ എളുപ്പം. റൈറ്റ് ട്രയാങ്കിൾ എടുത്തിട്ട് CM എടുക്കുന്ന CP എടുത്താൽ നമുക്ക് BP CP എന്ന് എടുത്താൽ റൈറ്റ് ട്രയാങ്കിൾ പോലെ തോന്നില്ല. നമുക്ക് ട്രയാങ്കിളും കിട്ടണം, പിയും കിട്ടണം. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇത്. അപ്പൊ CM എന്ന് നിങ്ങൾ റൈറ്റ് ട്രയാങ്കിൾ എടുത്തോ. പക്ഷെ യഥാർത്ഥത്തിൽ ആ CMന് പകരം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അവസാനം എന്തിട്ട് കൊടുക്കും? CP ഇട്ട് കൊടുക്കും. FM എന്ന് എടുത്തോ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ FMന് പകരം എന്തിട്ട് കൊടുക്കും? FP ഇട്ട് കൊടുക്കും. ഇത് തിരിയാത്തവൻ ഇപ്പൊ തന്നെ ചോദിക്കും. ഇതാണ് ഈ രണ്ട് ഡെറിവേഷന്റെയും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഫാക്ട്. ഇത് വീണ്ടും ചോദിച്ച് ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. പറഞ്ഞോ? പക്കയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് വയ്ക്കാം. അത് നല്ല ഭംഗിയായി എഴുതി വെക്കണം ബുക്കില്. അതിന് പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ CP അടുത്ത ഡെറിവേഷൻ ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതായി കഴിഞ്ഞാൽ
ഇനി നമ്മൾ ചെയ്യണം നാലാമത്തെ ഒരു പരിപാടി എന്ന് വെച്ചാൽ ഇനി നമ്മുടെ കളി എന്താണെന്ന് അറിയാം. നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ നോക്കിക്കോ. നിങ്ങൾ ഹിസ്റ്ററിയിൽ അറിഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് ഇതാണ്. ട്രാൻസ്വേഴ്സൽ എന്നുള്ള ഒരു കോൺസെപ്റ്റിനകത്ത് ഉപയോഗിക്കും. ട്രാൻസ്വേഴ്സൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉപയോഗിക്കും. അതായത് ട്രാൻസ്വേഴ്സൽ എന്താ? മാത്സിൽ എന്ന് പറഞ്ഞേ. ട്രാൻസ്വേഴ്സൽ എന്താ പറഞ്ഞേ? മാത്സിൽ ട്രാൻസ്വേഴ്സൽ എന്താ പറഞ്ഞേ? അഭിന, ട്രാൻസ്വേഴ്സൽ വെച്ച് എന്താ മോള് ഉദ്ദേശിക്കണേ? രണ്ട് പാരലൽ ലൈനിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ് ട്രാൻസ്വേഴ്സൽ. അതിൽ നസിയെ ആരാ മോനെ ഇവിടുത്തെ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞേ? ഈ വരക്ക് മച്ചുള്ള കേട്ടോ. ഇതൊക്കെ നമുക്ക് ഞാൻ ചുമ്മാ പറഞ്ഞ വരകളാക്കാം. നോർമലായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആള് അത് CB ട്രാൻസ്വേഴ്സൽ ആണ്. CB ട്രാൻസ്വേഴ്സൽ ആണ്. ആർക്കൊക്കെ ട്രാൻസ്വേഴ്സൽ? ആദ്യം നസിയെ ആർക്കാ പാരലൽ ലൈൻ? പ്രിൻസിപ്പൽ ആക്സിസും AB. കറക്റ്റ് കാര്യങ്ങൾ. AB എന്ന് പറഞ്ഞ ലൈനും പ്രിൻസിപ്പൽ ആക്സിസും തമ്മിൽ പാരലൽ ആണ്. അവന്മാർക്ക് കട്ട് ചെയ്ത് പോണ ലൈനിന്റെ പേരാണ് CB എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സൽ. അപ്പൊ എപ്പോഴും നോർമൽ ആരായിരിക്കും? നോർമൽ ഒരു ട്രാൻസ്വേഴ്സൽ ആയിരിക്കും. എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട അടുത്ത പോയിന്റ്. ഇനി ട്രാൻസ്വേഴ്സലിന്റെ ഗുണം എന്ന് പറഞ്ഞ് ആരാ പറയണേ? ട്രാൻസ്വേഴ്സൽ നമ്മൾ പഠിച്ചാണ് ഗുണം എന്താ? ആരാ പറയണേ? ട്രാൻസ്വേഴ്സൽ ഉണ്ടെങ്കിൽ മുഹമ്മദ് ഫാരിസെ നമുക്കൊരു ട്രാൻസ്വേഴ്സൽ രണ്ട് പാരലൽ ഉണ്ടെങ്കിൽ എന്താ എന്റെ ഗുണം? അബ്സല്യൂട്ട്ലി ഓപ്പോസിറ്റിലെ ശരിക്കും വാക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയും. അതായത് ഇത് തീറ്റയാണെങ്കിൽ കേട്ടോളൂ, മറപ്പോരുത്. ഇതാണ് തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ ഇതും തീറ്റയായിരിക്കും. ഓക്കെ, ഇത് തീറ്റയാണ്, ഇതും തീറ്റയായിരിക്കും. അതാണ് സംഭവം. ഇനി അപ്പൊ പിള്ളേരെ അത് നോട്ട് ചെയ്ത് വെക്കാലോ. അത് നമുക്ക് ഫിഗറിലേക്ക് വരാലോ. അത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റ, അത് ഫിഗറിലേക്ക് വരാം. നീ കേട്ടോ. ഇനി നിങ്ങൾക്ക് വേറൊരു ട്രാൻസ്വേഴ്സൽ കാണാം. CB പോലെ വേറൊരു ട്രാൻസ്വേഴ്സൽ കാണാം. കൈലാസ്നാഥൻ വേറൊരു ട്രാൻസ്വേഴ്സൽ പറഞ്ഞതിനകത്ത് CB ഒരു ട്രാൻസ്വേഴ്സലാ. AB വന്ന് ഈ ലൈനും പ്രിൻസിപ്പൽ ആക്സിസിനും CB ഒരു ട്രാൻസ്വേഴ്സലാ. വേറൊരു ട്രാൻസ്വേഴ്സൽ കാണാമല്ലോ നിനക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ കട്ട് ചെയ്യുന്നത്. ഈ രണ്ടിനെയും കാണാം. നീ കണ്ണും തുറന്നു നോക്കിക്കേ, കാണാം. ഈ രണ്ട് ലൈനും ഉണ്ടല്ലോ മോനെ, ഈ പോകുന്ന പ്രിൻസിപ്പൽ ആക്സിസിനും ഈ പോകുന്ന ABക്കും രണ്ടുപേർക്കും കട്ട് ചെയ്യുന്ന വേറൊരു സ്ട്രേറ്റ് ലൈൻ നിനക്ക് അവിടെ കാണാലോ. ഏതാ? നോർമൽ ഓരോട് പറഞ്ഞു, ഓരോടെ കാണാലോ. BF കണ്ടോ? നീ BF പോണണ്ടോ? ഈ വര പോണണ്ടോ? കണ്ടോ? ഇതും ട്രാൻസ്വേഴ്സലാ. ഇങ്ങനെ വേറൊരു പറഞ്ഞാൽ ട്രാൻസ്വേഴ്സലാ. ട്രാൻസ്വേഴ്സൽ ഇങ്ങനെയൊന്നുമില്ല. അത് ജോമെട്രിയിൽ മറന്നു പോണേ. അതൊക്കെ 8ാം ക്ലാസ് 9ാം ക്ലാസ് ആ ടോപ്പിക്. ഓക്കെ, അപ്പൊ ട്രാൻസ്വേഴ്സലാ. BF ട്രാൻസ്വേഴ്സലാ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ BF ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ അവന്റെ ഇവിടത്തെ ആംഗിൾ എത്ര? ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിളും ശരിക്കും കേട്ടോ, ഈ ആംഗിളും സെയിം ആയിരിക്കും. അങ്ങനെയാണല്ലോ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് വെച്ചാൽ അതാ ഉള്ളിലുള്ള അപ്പുറം ഇപ്പുറമുള്ള ആംഗിൾ. അപ്പൊ തീറ്റ പറഞ്ഞ പോലെ തന്നെ ഈ ആംഗിളും സെയിം ആയിരിക്കും. അങ്ങനെയാണ് എന്റെ ചോദ്യം. ഇവിടെ വെച്ചിരിക്കുന്ന ആംഗിൾ ഇതെത്രയാണ്? ഇതാണ് എന്റെ ചോദ്യം. ആരാ പറഞ്ഞേ? 1 2 3 4 എല്ലാവർക്കും പറയാം. ഫിഗറിൽ നോക്കിയാൽ വെറുതെ പറയാം. ആൾറിനും വിളിച്ചു പറയരുത്. പറഞ്ഞു. ഒന്നോട് ചോദിക്കും. ചോദ്യം ഒന്നോട് ചോദിക്കാം. അങ്ങനെ ചോദിക്കണം. സാറേ ചോദ്യം ഒന്നോട് ചോദിക്കാന്ന് പറയുന്നത് നല്ല റെസ്പോൺസാ. ഐ ഫീൽ എന്തറിയാം. BF ട്രാൻസ്വേഴ്സലാണ്. ആണല്ലോ, അത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ആംഗിളും കണ്ടോ,
ഈ ബി എഫ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും അങ്ങനെയാണല്ലോ ഈ റേ ആയിട്ട് ഉണ്ടാക്കുന്നതും ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ആണ് സെയിം ആവാൻ പോണേ. ഇത് രണ്ടുമാണ് സെയിം ആവാൻ പോണേ. കാരണം ഇതാണ് എ ബി എന്ന് പറയുന്ന പാരലലും ഇത് പ്രിൻസിപ്പൽ ആക്സിസ് സി ബി എന്ന് പറഞ്ഞത് ഇതാണ് വരാ ബി എഫ്. ഇതാണ് ബി എഫ്. അതിന്റെ ഈ ആംഗിളും ആണ് സെയിം. അതിനാണ് ഓൾട്ടർനേറ്റ് ചെയ്യുക തീറ്റ പറയുന്നത്. അത് പറയണമെങ്കിൽ ഏതൊക്കെ ആംഗിളാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ. കേട്ടോ, ഒന്ന് ഈ ആംഗിളാണ്, ഒന്ന് ഈ ആംഗിളും സെയിം ആയിരിക്കും. അതിൽ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാക്കുക, ഇത് എത്രയാണ്, ഈ ആംഗിൾ എത്രയാണ്, ഇതാണ് എന്റെ ചോദ്യം. റുബിയെ പറഞ്ഞ റുബി എത്രയാ? 2 തീറ്റ. അബ്സല്യൂട്ട്ലി 2 തീറ്റ. ഇതൊരു തീറ്റ, ഇതൊരു തീറ്റ. അപ്പൊ ഇത് മൊത്തം 2 തീറ്റ എന്നാ. അപ്പൊ അതാണ് നമ്മൾ അറിയേണ്ട അടുത്ത പോയിന്റ്. ഡെറിവേഷൻ കഴിയാനായിട്ട് കാണാം. ഡെറിവേഷൻ പരിപാടി തീരുക, എടുത്തെടുത്ത് എഴുതിയാൽ മതി. അപ്പൊ ഈ ആംഗിൾ എത്രയാണ് അത് നോട്ട് ചെയ്യണം, 2 തീറ്റ. എങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 2 തീറ്റ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെ കയറ്റി നമ്മളിതിനകത്ത് അപ്പൊ ട്രാൻസ്വേഴ്സൽ എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുക എന്ന് പറയുകയാണ് അടുത്ത ഹിസ്റ്ററി. പെർപെൻഡിക്കുലർ വലിച്ചു, ട്രാൻസ്വേഴ്സൽ എടുത്തു. അപ്പൊ നിങ്ങൾക്ക് തീറ്റയും 2 തീറ്റയും കിട്ടി. ഇപ്പൊ തന്നെ കണ്ടോ, തീറ്റയും 2 തീറ്റയും കാണുമ്പോ തന്നെ നിങ്ങൾ അപ്പൊ ഒരു ഹിസ്റ്ററിയിൽ ഓർത്തിരിക്കുന്നത് എന്താണ്? 2 തീറ്റയും തമ്മിലൊരു ബന്ധം, കണക്ഷൻ. എന്താണ്? തീറ്റയുടെ ഡബിൾ ആണ് 2 തീറ്റ. ഇതാണ് നമ്മൾ എന്ത് വരാൻ പോണേ? R is equal to 2F വരാൻ പോണേ ഇവിടെയാണ്. ഇനി നമ്മൾ ട്രിഗണോമെട്രി ഉപയോഗിച്ച് അതിനകത്തേക്ക് എത്തും. തീറ്റേനെ R is equal to എന്നുള്ള ആക്കണമെങ്കിൽ അപ്പൊ തീറ്റയുടെ ഡബിൾ ആണ് എന്ത്? 2 തീറ്റ. അപ്പൊ തീറ്റയുടെ അവിടെ എഫ് എന്ന് കുറച്ച് നമ്മൾ കൊണ്ടുവരും. അല്ല, തീറ്റയുടെ അവിടെ നമ്മൾ ഇവിടെ നമ്മൾ 2F എന്നും കൊണ്ടുവരും, ഇവിടെ നമ്മൾ R എന്നും കൊണ്ടുവരും. ഇതാണ് നമ്മുടെ എയിം. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരുന്നാൽ നമുക്ക് ഉണ്ടാകും. അപ്പൊ ഈ തീറ്റ 6 എന്നും കൊണ്ടുവരും, ഈ 2 തീറ്റയുടെ നമ്മൾ എഫ് എന്നും കൊണ്ടുവരും. അപ്പൊ 2F is equal to R. ഇതാണ് നമ്മുടെ എയിം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ തീറ്റേനെ എഫിലേക്കോ സൈഡിലേക്കോ കൊണ്ടുവരണമെങ്കിൽ അതിനാണ് മാത്സിൽ ട്രിഗണോമെട്രി. 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കും. എന്റെ വാക്ക് എന്താണെന്നറിയോ? ട്രിഗണോമെട്രി എന്ന് വെച്ചാൽ ശരിക്കും എന്താ? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് കണക്ട്സ്. ആരാ പറഞ്ഞേ? മാത്സ് ബേസിക് അറിയാവുന്ന ഒരാൾ പറഞ്ഞ് ദാറ്റ് കണക്ട്സ്. അഫി എന്ന് പറഞ്ഞേ trigonometry is a branch of mathematics that makes or that gives the relation between absolutely അതാണ് ഉറപ്പ് ആംഗിളും സൈഡും. അതാണ് ട്രിഗണോമെട്രി. നമ്മുടെ മാത്തമാറ്റീഷ്യൻ, ഇന്ത്യൻ മാത്തമാറ്റീഷ്യൻ ആര്യഭട്ടയ്ക്ക് ഭയങ്കര റോൾ ഉണ്ടായിരുന്നു. ഒരു ട്രയാങ്കിളിലെ സൈഡുകളും ആംഗിളും തമ്മിൽ ബന്ധം ഉണ്ടാക്കണതിന് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇത് ആംഗിള്, ഇത് സൈഡ്. അപ്പൊ ആംഗിളും സൈഡും തമ്മിൽ റിലേറ്റ് ചെയ്യണമെങ്കിൽ ട്രിഗണോമെട്രി കൊണ്ടുവരണം. ഇത്രയും ഇങ്ങനെ നമ്മൾ അറിഞ്ഞിരുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇതിനാണല്ലോ നമ്മൾ ഡെറിവേഷൻ പഠിക്കുന്നത്. ഓർത്തിരിക്കും, ഇത് സിമ്പിൾ ഡെറിവേഷനാണ്. അത് 4 സ്റ്റെപ്പ് കാണാതെ പഠിക്കുന്ന കുട്ടികൾക്ക്. പക്ഷെ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതും പഠിക്കും, അടുത്ത ഡെറിവേഷൻ പഠിക്കും, ഏത് ഡെറിവേഷൻ വന്നാലും ബോധം ഉണ്ടാവും. അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ, അപ്പൊ കുറെയൊക്കെ പിക്ചർ ആയല്ലോ. നമുക്ക് ചെയ്തു നോക്കാം. ഇത്രയും ഫിഗർ വരച്ചിട്ട് ലെറ്റ് എഴുതണം. ലെറ്റ് എഴുതുമ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ട് ആദ്യം എന്താണ് ഈ ഫിഗർ എന്ന് എഴുതണം. ഒരു സെന്റൻസ്. ലെറ്റ് us consider a concave mirror. ഒരു concave mirror ആണ്. as shown above. മുകളിൽ കാണിക്കുന്ന ഒരു concave mirror നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിട്ട് പറക്കി അങ്ങനെ എഴുതിയാൽ മതി. ലെറ്റ് എ ബി വന്ന് ചാടിയ റേ ഓരോന്ന് അതിനകത്ത് നോക്കിയിട്ട് അങ്ങനെ എഴുതിയാൽ മതി. തീറ്റ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, സി ബി ഓരോന്ന് എഴുതിക്കും. സി ബി അവിടുത്തെ നോർമൽ, ബി എം നമ്മൾ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഫ്രം ബി ടു പ്രിൻസിപ്പൽ ആക്സിസ്. പിന്നെ എഫ് പി സ്മോൾ എഫ് ആണ്, സി പി ആർ ആണ്.
എല്ലാം എഴുതി, ലെറ്റർ എല്ലാം പറക്കി എഴുതുക. ഓരോന്നും ഫിഗറിലെല്ലാം വന്നു ഉറപ്പ് വരുത്തുക. ഫിഗറിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാം വന്നു ഉറപ്പ് വരുത്തുക. ഓക്കെ. ഓക്കെ, നോക്കാം. ഇനി നിങ്ങളുടെ പണി എന്താണ്? എല്ലാ ആൾക്കാരും എഴുതി പറഞ്ഞേ. എഴുതി കഴിഞ്ഞോ? താമസമുള്ളവർ പറ, മുന്നോട്ട് പോട്ടെ. ജെസിയെ കഴിഞ്ഞ ജെസിയെ ശരി നോക്കാം. പൈസേ കഴിഞ്ഞ പൈസേ ഓക്കെ ശരി. ഇനി ഞാൻ പറഞ്ഞ പോലെ അപ്പോ നമ്മുടെ എയിം എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിട്ടോ, നമ്മുടെ എയിം നമുക്ക് ഉറപ്പാണ്. എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ള 3 പൈസ, ആരൊക്കെ തമ്മിൽ ഫിഗറിൽ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കണ്ടേ? സിപിയും സിപിയും സിപി തന്നെയാണ് സിഎം. സിപിയും സിപി എന്ന് വെച്ചാൽ ക്യാപിറ്റൽ ആർ. പിന്നെ പിഎഫും സ്മോൾ എഫ് ആണ് കണ്ടുപിടിക്കുന്നത്. കണ്ടാവും പിള്ളേർക്ക് മനസ്സിലായല്ല. ഇങ്ങനെ വരച്ചു വെക്കരുത്, നിങ്ങൾ ഇതിനകത്തൊന്ന് വരച്ചു വെക്കരുത്. അങ്ങനെ വരച്ചു അഭംഗിയായി പോകും. ഫിഗർ ഇത്ര ഉണ്ടാവും അവൾ പരീക്ഷയ്ക്ക്. ബാക്കിയെല്ലാം വേണമെങ്കിൽ റഫായിട്ട് വരച്ചോ. പരീക്ഷയുടെ വരയ്ക്കുന്ന ഫിഗർ ഇത്ര ഉണ്ടാവും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നോക്കി നമുക്ക് വേണ്ടത് ഇത് കേട്ടാ, സി പി ഇവിടം വരെ അത് വേണം, എഫ് പി ഇവിടം വരെ. പക്ഷെ സി പി എഫ് പി ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ല, അതുകൊണ്ട് നമ്മൾ അത് എടുക്കൂല. പകരം എന്തെടുക്കും? സി പിക്ക് പകരം സി എം എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ടാ, ഇവിടം വരെ എടുക്കും. സി എം ഉണ്ടാ. അങ്ങനെയാണെങ്കിൽ ഏത് ട്രയാങ്കിൾ ഞാൻ എടുക്കണം? സി എം വരെ കിട്ടാനാണെങ്കിൽ ഏത് ട്രയാങ്കിൾ എടുക്കണം? പറഞ്ഞേ ആസിഫ് മക്കാർ, ഏത് ട്രയാങ്കിൾ ആണ് എടുക്കണ്ടേ? സി എം ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കണം. കറക്റ്റ്. അപ്പൊ സി എം ബി എടുക്കാം. ഇനി നമുക്ക് വേണ്ട എഫ് പി നമുക്ക് കിട്ടില്ല. എഫ് എം ഇട്ടാണ് ഏതെടുക്കണം ട്രയാങ്കിൾ? ആസിഫേ പറ. എഫ് എം ബി എടുക്കണം. അപ്പൊ 2 ട്രയാങ്കിൾ എടുക്കണം, 2 റൈറ്റ് ട്രയാങ്കിൾ എടുക്കണം. ഇത്രയുള്ള പരിപാടി. 2 റൈറ്റ് ട്രയാങ്കിൾ എടുക്കുക. അപ്പൊ തുടങ്ങിക്കോ പിള്ളേര്, തുടങ്ങിക്കോ. ഇൻ ട്രയാങ്കിൾ ആദ്യത്തെ എടുത്തോ. ഇൻ ട്രയാങ്കിൾ ഓരോ പേര് പറഞ്ഞു. അടിച്ചോ. നിങ്ങൾ തന്നെ അങ്ങനെ എഴുതിക്കേ. നിങ്ങൾ കുറെയൊക്കെ അവിടെ ഇവിടെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട്. ഇനി ഇത് ഹിസ്റ്ററി ഉണ്ടല്ലോ, ചുമ്മാ എഴുതി പൊക്കും പിള്ളേര്. തിരിക്ക് തെറ്റിക്കൊണ്ട് എന്നാലും പ്രശ്നമില്ല. ഇൻ ട്രയാങ്കിൾ ആദ്യം സി എം ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കാം. സി എം ബി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നമുക്ക് വേണ്ടത് പിള്ളേർ എപ്പോഴും ഓർത്തോളം, എപ്പോഴും ഓർക്കേണ്ട രീതി എന്താ പറയുക, നമുക്ക് വേണ്ടത് ഈ താഴത്തെ ആള് വേണം നിർബന്ധം. അത് ഞാനൊരു മെത്തേഡാ, ഓർക്കാനുള്ള മെത്തേഡാ. എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ പരീക്ഷ കയറുമ്പോൾ എന്നും ഈ സാധനം കൺഫ്യൂഷൻ ആവുള്ളൂ. പരീക്ഷ ഹോളിൽ വെച്ചിട്ട് ഇത് കൺഫ്യൂഷൻ ആവുള്ളൂ. ഇതാണ് നമുക്ക് വേണ്ടത് സി എം. അപ്പൊ ഓർത്തോളം. ഇതാണ് നമ്മുടെ കയ്യിലെ തീറ്റ. അതെങ്ങനെ ഓർക്കണമെന്ന് അറിയാൻ പോകുന്നത്, അതൊക്കെ എഴുതി വെച്ചുള്ള ആവശ്യമുള്ളത്. നമുക്ക് ഇത് കിട്ടണമെങ്കിൽ നമുക്ക് 3 സൈഡ് ഉണ്ട്. ഒന്ന് ഇതിപ്പോ ബേസ് ആണ്, ഇത് ബേസ് ആണ്, ഇത് അതിന്റെ ഹൈപ്പോട്ടിറ്റ്യൂസ് ആണ്, ഇത് ഓൾട്ടിറ്റ്യൂഡ് ആണ്. ഈ ഹൈപ്പോട്ടിറ്റ്യൂസ് സി ബി ആണ്. ഈ സി ബി എന്ന് പറഞ്ഞാൽ ചെരിഞ്ഞു കിടക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒരു റോളും വരില്ല. എന്നറിയാം നോക്കി, ഇതെന്തായാലും നമുക്ക് താഴത്തെ ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ഏതാണെന്നറിയാം കൂടുതൽ ആവശ്യം? നമുക്ക് കൂടുതൽ ആവശ്യം ഇതാ പോലെ ഈ ബി എം. എന്താന്ന് വെച്ചാൽ അടുത്ത ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഈ ബി എം കിട്ടിക്കോളും. കണ്ടോ, ഈ ട്രയാങ്കിൾ ബി എം കിട്ടും. അങ്ങനെ ബി എം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. പക്ഷെ സി ബി എടുത്താലോ ഈ ചെരിഞ്ഞ ഭാഗം എടുത്തിട്ട് വല്ല കാര്യമുണ്ട്. ഇത് ചെരിഞ്ഞ ഭാഗവും ഇതിന്റെ ഈ ചെരിഞ്ഞ ഭാഗവും കിട്ടും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ ഏതാണ് എടുക്കണേ? അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമല്ലോ. ബോധം കൊണ്ടാണല്ലോ പഠിക്കുമ്പോൾ. അപ്പൊ നിങ്ങളത് എഴുതി വെച്ചാൽ ബെസ്റ്റ് ആണ്.
നമുക്ക് അല്ലെങ്കിൽ പരീക്ഷ ഹോളിൽ കയറുമ്പോൾ നമുക്ക് സംശയവും ഇത് സൈൻ എടുക്കണോ കോസ് എടുക്കണോ ടാൻ എടുക്കണോ അതെങ്ങനെയാ തീരുമാനിക്കണമെന്ന് ഞാൻ ഈ പറഞ്ഞത്. എങ്ങനെയാ തീരുമാനിക്കണേ? നമ്മൾ ഈ താഴത്തെ ഭാഗം എന്തായാലും നമുക്ക് വേണം. പിന്നെ ഈ രണ്ട് ഭാഗങ്ങളിൽ ഈ BM ആണ് നല്ലത്. ചെരിഞ്ഞെടുത്താൽ അടുത്തതിൽ വേറെ ചെരിവ് വരും. അതുകൊണ്ട് നമുക്ക് കട്ടായി പോകുന്നില്ല. മറ്റേ BM നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുകൊണ്ട് മാത്രം നമ്മൾ എന്തെടുക്കും? ഈ ട്രയാങ്കിളിലെ ഏത് ട്രിഗണോമെട്രി ഉപയോഗിക്കും എന്ന് പറഞ്ഞ പിള്ളേര്? സൈൻ എടുക്കണോ കോസ് എടുക്കണോ ടാൻ എടുക്കണോ? ആരാ പറയണേ? ഞാനിപ്പോ പറഞ്ഞ സാധനം തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും. ആരെടുക്കണ്ടേ? സുഫിനെ എന്തെടുക്കണം നമുക്ക്? സൈൻ എടുക്കണോ കോസ് എടുക്കണോ ടാൻ എടുക്കണോ? ടാനാണ് എടുക്കണ്ടേ. കാരണം നമുക്ക് ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് കിട്ടും. അപ്പൊ ബോധപൂർവ്വം നമ്മൾ ടാൻ എടുക്കും. പറയണ്ട, അവന് കാര്യങ്ങൾ തിരിയണ്ട്. അപ്പൊ CMB ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ്, ടാൻ തീറ്റ ഓപ്പോസിറ്റ് BM ബൈ അഡ്ജസന്റ് CM. കണ്ടാ? BM ബൈ CM. അപ്പൊ തന്നെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം എഴുതാം. CM എന്ന് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. CM-ന് പകരം എന്തെന്ന് എഴുതാം? അപ്പൊ തന്നെ എഴുതാം BM ബൈ, അത് വേണ്ട, അത് അടുത്ത എഴുതാം. അപ്പൊ എഴുതണ്ട, അടുത്ത എഴുതാം. നമ്മൾ എഴുതന്നെയാ പറഞ്ഞത്. എന്താ എഴുതുന്നത് അറിയാം? ഇപ്പൊ ടാൻ തീറ്റ അല്ലേ എടുത്തേ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ പിള്ളേരെ? ഫിഗർ നോക്കിയാ നിങ്ങള് ഫിഗർ നോക്കിയേ. അപ്പൊ ഇത് എഴുതിയില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറഞ്ഞോളൂ കേട്ടോ. എല്ലാ കാര്യം ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ വീണ്ടും പറഞ്ഞു. നോക്കിയേ, നമ്മളിവിടെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ കേട്ടോ? എല്ലാവരും കേട്ടോ? ഇമ്പോർട്ടന്റ് ഐഡിയ. ഈ B യഥാർത്ഥത്തിൽ ഇവിടെയൊന്നുമല്ല. B ഇങ്ങോട്ടൊക്കെ വരും, അടുത്തടുത്ത് വരും. കണ്ടാ? B ഇവിടെയൊക്കെ വരും. ഞാൻ പറഞ്ഞില്ലേ പല സ്ഥലത്ത് വരും. B ഇവിടെ നിൽക്കാം. ശരിക്കും B ഇങ്ങോട്ട് അടുത്ത് എത്ര വളമൊന്നും ഉണ്ടാവില്ല. ഈ B താഴത്തേക്ക് വരുമ്പോ ഈ തീറ്റ എന്ത് ചെയ്യും? കൂടുവോ കുറയോ? തീറ്റ കുറഞ്ഞു വരും അല്ലെ? ഇങ്ങനെ അടുത്തേക്ക് വരും, തീറ്റ കുറഞ്ഞു വരില്ലേ? അപ്പോ നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് ശരിക്കും തീറ്റ വളരെ കുറവാണ്. കാരണം B ശരിക്കും അടുത്താണല്ലോ. ഇത്ര പൊങ്ങിയിട്ട് വളഞ്ഞിട്ടൊന്നുമല്ലോ നിൽക്കണേ. അപ്പൊ നമ്മൾ ആ കണ്ടീഷനാണ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക. നമ്മൾ എന്താ ഉപയോഗിക്കാന്നറിയാം? തീറ്റ ഈസ് വെരി സ്മോൾ. തീറ്റ ആരാണ്? സിൻസ് തീറ്റ ഈസ് വെരി സ്മോൾ, വളരെ ചെറുതായതുകൊണ്ട് ടാൻ തീറ്റയെ മാറ്റി എന്തെന്ന് പറയാം? എൽവിനെ ഞാൻ എന്താ പഠിപ്പിച്ചാണ് ഇതിന് പലതവണ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ടാൻ തീറ്റ മാറ്റി എന്തെന്ന് പറയാം? എന്തെന്ന് പറയാം? കിട്ടുന്നില്ല. അമീന സിദ്ധി പറഞ്ഞേ, ടാൻ തീറ്റയെ മാറ്റി എന്തെന്ന് പറയാന്നതിന് മുമ്പ് നമ്മൾ പഠിപ്പിച്ചാണ്. ഓർക്കണ്ടോ? ഇല്ല. തീറ്റ എന്ന് പറയാം. തീറ്റ ഇത് ഞാൻ പഠിപ്പിച്ചാണ് സാധനം കേട്ടോ. ടാൻ ആവശ്യമില്ല, സൈൻ ആവശ്യമില്ല, കോസ് ആവശ്യമില്ല. ട്രിഗണോമെട്രിയിലെ ഫംഗ്ഷന്റെ പേര് പറയേണ്ട ആവശ്യമില്ല. ഈ തീറ്റ ഇസ് വെരി സ്മോൾ, ചുമ്മാ തീറ്റ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. മാത്രമല്ല അതിന്റെ കൂടുതൽ സാധനമുണ്ട്. CM-ന് പകരം എന്തെന്ന് പറയാ? അപ്പോ ഞാൻ പഠിപ്പിച്ചതാ. CM-ന് പകരം എന്തെന്ന് പറയാ? ചന്ദന, CM-ന് പകരം എന്തെന്ന് പറയാം? ചന്ദന, CM-ന് പകരം എന്ത് പറയാന്നാ പറഞ്ഞേ? കൈ പൊക്കിക്കോ. മുദ്ദസിർ, ഷെറിൻ, ഞാൻ കൈ പൊക്കിയിട്ടുണ്ട്. പറഞ്ഞോ. ഞാൻ പറഞ്ഞതാ ചന്ദന, ശ്രദ്ധിച്ചിട്ടില്ല ക്ലാസ്സിലെ. ആൻമേരി പറഞ്ഞേ. CM-ന് പകരം CP എന്ന് പറയാം. CP അതാണ് R. CM-ന് പകരം CP എന്ന് പറയാം. കാരണം എന്താ വെച്ചേ? EM എങ്ങോട്ട് വരും? EM അടുത്തടുത്ത് വരും ഞാൻ പറഞ്ഞില്ലേ? ശരിക്കും മനസ്സിലാക്കോ? കിട്ടണില്ല, വിട്ടുപോണ്ട്, ശ്രദ്ധ പോണ്ട്. മനസ്സിലായി? ഇപ്പൊ ചോദിച്ചോ? ടാൻ തീറ്റ നിയർലി ഈക്വൽ ടു തീറ്റ മാത്രമല്ല CM എന്ന് പറയാം. CP എന്ന് പറയണ ആരെന്ന് പറയാം? CM എന്ന് പറയാം. അപ്പൊ മോളിത്തെ ഫോമിൽ എന്തായി പോകും? therefore എന്തായി പോകും? അഫ്സർ കമാൽ എന്തായി പോകും? മോളിത്തെ ഈ ടാൻ തീറ്റ ഈക്വൽ ടു BM ബൈ CM-ന് വരെ എന്താ അഫ്സറെ? തീറ്റ ഈസ് ഈക്വൽ ടു BM ബൈ CP. ടാൻ തീറ്റ തീറ്റ എന്നാവും. BM തന്നെ. CM-ന് വരും CP എന്ന് എഴുതാം. റാഫിയ, ഈ CP എന്ന് പറയുന്നത് ആരാന്നാ പറഞ്ഞത്? CP എന്ന് പറയുന്നത് കർവേച്ചർ ആണ് കേട്ടോ. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ അതോടെ എഴുതാം. therefore തീറ്റ ഈസ് ഈക്വൽ ടു BM ബൈ R, റേഡിയസ് ഓഫ് കർവേച്ചർ.
Call it as equation number 1. നമുക്ക് വേണമെന്ന് വിളിക്കാം. സെയിം പരിപാടി അടുത്ത ട്രയാങ്കിൾ ഉപയോഗിച്ച് തീറ്റയുടെ സ്ഥലത്ത് 2 തീറ്റ ഇട്ട് അടുത്ത ട്രയാങ്കിൾ സെയിം പരിപാടി എല്ലാവരും ഉപയോഗിച്ച് സെയിം പരിപാടി ലൈക്ക് ഡൂയിങ് മാത്തമാറ്റിക്സ്. കിട്ടി സെയിം പരിപാടി, ഒരു കാര്യമില്ല, നിസ്സാര സംഭവം. ട്രയാങ്കിൾ CMBക്ക് പകരം FMB ആവും, വേറെ മാറ്റമൊന്നുമില്ല. FMB പറഞ്ഞേ മാളവിക എന്നത് പറഞ്ഞേ FMB. അപ്പൊ ടാൻ എന്ത്? ടാൻ is equal to BM by F എന്ന് വരും. അപ്പൊ അവസാനം ഇതെല്ലാം കഴിഞ്ഞത് എന്ത് എഴുതാം? therefore 2 theta is equal to എന്ത് എഴുതാം? നേരത്തെ എടുത്തോളം തന്നെ BM by FM ന് വരെ എന്തെന്ന് എഴുതാം? സ്മോൾ F എഴുതാം. കേസ് നമ്പർ 2. From 1 and 2, 1-ൽ നിന്നും 2-ൽ നിന്നും ഒരു സംഭവം ക്ലിയർ ആണ്. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ അവസാനം കൊണ്ട് തെറ്റിച്ച് കളയുക. ഓക്കെ, ഇതിനകത്ത് ആരാണ് വലുതെന്ന്? അപ്പൊ ഈ തീറ്റയുടെ ഡബിൾ ആണ് 2 തീറ്റ. അങ്ങനെയാണെങ്കിൽ BM by R ഉം BM by F തമ്മിലുള്ള റിലേഷൻ എന്താ? LHSന്റെ ഡബിൾ ആണ് ഇത് LHS. ഈ 1ന്റെ LHSന്റെ ഡബിൾ ആണ് 2ന്റെ LHS. അങ്ങനെ BM by R ഉം BM by F തമ്മിലുള്ള റിലേഷൻ എന്താ പറഞ്ഞത്? From 1 and 2 it is very clear that ഒന്ന് പറഞ്ഞേ നമ്മുടെ ഞാൻ ചോദിക്കാൻ ഒരാളെ വെച്ചിരുന്നല്ലോ, ഒന്ന് പറഞ്ഞേ സുഫ്ന, ഒന്ന് പറഞ്ഞേ മോളെ, ഒന്ന് പറഞ്ഞേ ഈ BM by R ഉം BM by F തമ്മിലുള്ള റിലേഷൻ ഒന്ന് പറഞ്ഞേ. എന്ന് പറയാം BM by R കണ്ട, ഇവിടെയാണ് അവസാനം കൊണ്ട് തിരിച്ചു കേട്ടോ സുഫ്ന. അത് പറഞ്ഞ സുഫ്ന, അതായത് ചേട്ടാ സുന, BM by R ന്റെ ഇതിന്റെ അർത്ഥം ഒന്നുമില്ല, എല്ലാവർക്കും തെറ്റിപ്പോ. അതാ ഞാൻ എഴുതാൻ പറഞ്ഞത്. BM by R എന്ന് പറഞ്ഞാൽ BM by F ന്റെ രണ്ടായിരിക്കും, അങ്ങനെയാണ് അർത്ഥം. അങ്ങനെയല്ലേ? അങ്ങനെ ശരിയാണോ? നോക്കിയപ്പോള് ഈ 1ന്റെ ഡബിൾ ആണ് 2. അങ്ങനെ പിള്ളേര് മനസ്സിലാക്കണം. അത് അവസാനം കൊണ്ട് എല്ലാവരും തെറ്റിക്കാറുണ്ട്. അങ്ങനെ ഓർക്കണം, ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാ നമ്മൾ ഓർക്കേണ്ട? എങ്ങനെയാണ്? 1ന്റെ ഡബിൾ ആണ് 2. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുന്നത് എങ്ങനെയാ? 1ന്റെ അപ്പൊ 2 ഈസ് ഈക്വൽ ടു ഡബിൾ ഓഫ് 1. ഇങ്ങനെ ഓർത്തിരിക്കും കേട്ടോ. ഈ 2 അട്ടോട്ടാണ് എന്താ? ഇക്വേഷൻ 2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഇക്വേഷൻ 1. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 1ന്റെ ഡബിൾ ആണ്, അങ്ങനെയല്ലേ? ഇത് 2 തീറ്റ, ഇത് തീറ്റ. അതിന്റെ അർത്ഥം എന്താ? ഇക്വേഷൻ 2 എന്ന് പറയുന്നത് 1ന്റെ ഡബിൾ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? BM by F. It is clear that BM by F is equal to 2 times BM by R. അവസാനം മാറ്റിക്കളയുന്നത്. അപ്പൊ അന്ന റൈസൽ കട്ടിയാൾ ആരൊക്കെയാ പറഞ്ഞ? അന്ന ആരൊക്കെ കട്ടിയണ്ട? അന്ന പറയാൻ പിള്ളേര് റെഡി ആയിട്ട് നിക്കാട്ടോ. പിള്ളേര് കൈപൊക്കി നിക്ക. പറ, ആരൊക്കെ കട്ടിയുണ്ട അന്ന ഇതിനകത്ത്? കേൾക്കണില്ല? പറ ആൽറിനെ, ആരൊക്കെ കട്ടിയുണ്ട്? ആൽറിനെ കട്ടിയുണ്ട്. BM-നെ കട്ടിയാവും. സംശയം? ബാക്കിയുള്ള എഴുതിക്കോ. 1 by F is equal to 2 by R. ആരാ റിലേഷൻ? പറഞ്ഞ ആഫീസ് മുഹമ്മദ്, ആരാ റിലേഷൻ? അപ്പൊ ഇങ്ങോട്ട് മാറ്റിക്കോ, അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. R is equal to 2.
മനസ്സിലാക്കി പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കി പറയാൻ ഇത്ര സമയം വേണ്ടി വരും, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ ഇത്ര സമയം വേണ്ട, കണ്ടാ പഠിക്കാൻ ഇത്രേ ഉള്ളൂ സാധനം. തെറ്റും ഇല്ല, ഇത്തിരി അങ്ങോട്ട് മാറിപ്പോയാൽ നിങ്ങൾക്ക് തെറ്റാനില്ല. ഇഫ് യു ഹാവ് ദ കോൺസെപ്റ്റ്, നിങ്ങളുടെ കയ്യിൽ കോൺസെപ്റ്റ് അല്ല, ഇപ്പൊ മാറൊന്നും പോവില്ല. ഇത്തിരി അങ്ങോട്ട് മാറിയാൽ നിങ്ങൾ എഴുതി എത്തിക്കും. 2-3 പ്രാവശ്യം തന്നെ ഹിസ്റ്റോറിക്ക് ശരിക്കും വീട്ടിൽ പോയി വായിച്ചിട്ട് ഇന്ന് തന്നെ 2 പ്രാവശ്യം തന്നെ എഴുതി. ഇന്ന് തന്നെ അത് ചെയ്യണം. ഇത് എടുത്തു വെച്ചോ. പിന്നെ വൈവീക്കിലേക്ക് ഒന്ന് വായിക്കുക, പിന്നെ മോഡൽ എക്സാം ആകുമ്പോൾ ഒന്ന് വായിക്കുക. അങ്ങനെ നമ്മൾ സാധനം ഓർത്തിരിക്കും. റിപ്പീറ്റ് ഓർക്കും വായിക്കുമ്പോഴല്ലേ. കാരണം ഇത്രയും സബ്ജക്റ്റുകൾ നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നതാണ്. എനിക്ക് ഫിസിക്സ് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതിന്റെ കൂടെ കമ്പ്യൂട്ടർ എല്ലാം ഒരുമിച്ച് പഠിക്കുമ്പോൾ ഈ സാധനത്തിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? വൈവീക്കിലേക്ക് എഴുതണം, മോഡൽ എഴുതണം, സ്കൂളിൽ എക്സാം എഴുതണം, അങ്ങനെ എഴുതണം. വീണ്ടും എടുത്തു വെച്ചേക്കരുത്. മെമ്മറി. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഡെറിവേഷൻ. ആരും 2f തമ്മിലുള്ള. അനഘ ഇത് ക്ലാസ്സിൽ പഠിപ്പിച്ചില്ലേ ഡെറിവേഷൻ? അനഘ പോയാ? അനഘ എന്താണല്ല. ശരി, ഫാത്തിമ സനം പഠിപ്പിച്ചില്ലേ? സനം ആ ചാപ്റ്റർ തീർന്നാ? തീർന്നാ? മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് ഒക്കെ ശരി. ഓക്കെ, അതേ അവസ്ഥ ഉണ്ടാവരുതല്ലോ. ട്യൂഷൻ ക്ലാസ്സിൽ നമ്മൾ ഒരാൾ ചോദിക്കണേ എത്ര പഠിപ്പിച്ചു, ഡെയിലി ക്ലാസ്സിൽ ഇരിക്കുകയാണ്. തരം മാത്രമല്ല, ആരോട് ചോദിച്ചാലും പറയുന്നത് അത്ര പഠിപ്പിച്ചെന്ന് അറിയില്ല. നമ്മൾ കുറെ സബ്ജക്ട് ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. നമുക്കൊരു പിക്ചർ വേണം. എന്താണ് ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് അത് കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇടം വരെ എത്തി, ഒരു പിക്ചർ ഉണ്ടാവും. ശരി. ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഗ്യാപ്പ് ഈസ് ദേർ, ഓഫ് കോഴ്സ്. ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് അങ്ങോട്ട് ഫില്ലായി തന്നെ ഉള്ളൂ. കുട്ടികളിലും സ്റ്റുഡൻസിന്റെ ഇടക്കും ഒരു ഗ്യാപ്പ് ഉണ്ട്. കുട്ടികളിലും ടീച്ചർമാരുടെ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഏത് ടോപ്പിക് എടുക്കുന്നത്, എങ്ങനെ എടുക്കുന്നത്, എന്താണ് എടുക്കുന്നത്, എപ്പോഴാണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന സ്കൂളുകളുണ്ട്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, CBSE സ്കൂളുകളിൽ സ്റ്റേറ്റ് സ്കൂളുകളും ഉണ്ട് കേട്ടോ. CBSE സ്കൂൾ ചില സ്റ്റേറ്റ് നല്ല വെൽ ഡിഫൈൻഡ് മാനേജ്മെന്റ് ഉള്ള CBSE സ്കൂളുകളിലൊക്കെ എന്താ വെച്ചാൽ അവർക്ക് കൃത്യമായിരുന്നു ഇന്ന് എപ്പോൾ തീർക്കണം, എങ്ങനെയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ പഞ്ഞുണ്ടാവും എത്ര മണിക്കൂറാണ്. കാരണം CBSE സ്കൂളാകുമ്പോൾ ടീച്ചർമാരെ അങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. മറ്റൊക്കെ അത്ര സാധിക്കില്ല. അപ്പൊ കൃത്യമായ ടോപ്പിക്കുകൾ എങ്ങനെയാ, ഒരു പ്രശ്നമില്ലാതെ ഓൺലൈനിൽ. കൊറോണ തുടങ്ങി അന്ന് മുതൽ എനിക്കറിയാം. പിറ്റേ ദിവസം മുതൽ അവരങ്ങനെയാ ഓടിക്കൊണ്ട്. അങ്ങനെ എക്യുപ്ഡ് ആയിട്ട് ഓടുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ കുട്ടികൾ ആ ട്രാക്കിലാണ്. അവരോട് ചോദിച്ചാൽ എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്, എന്താണ്, ആ ട്രാക്കിൽ അങ്ങോട്ട് കയറും. ശരി, അപ്പൊ അങ്ങനെയാണ് എന്റെ കാര്യങ്ങൾ. രണ്ടാമത്തെ ഡെറിവേഷൻ നമ്മൾ എഴുതാൻ പോകുന്നത് ഇതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിനേക്കാൾ മാർക്ക് കൂടുതലും കിട്ടുന്ന ഡെറിവേഷനാണ് അടുത്ത ഡെറിവേഷൻ. ഈ പറഞ്ഞ ഐഡിയ തന്നെ ഉള്ളൂ. ഐഡിയകൾക്ക് വേറെ കാര്യമായ മാറ്റമൊന്നും. നോക്കാം. അതാണ് നമ്മുടെ മിറർ ഫോർമുല. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ച മിറർ ഫോർമുല നമ്മൾ എഴുതാൻ പോകും, ഡിറൈവ് ചെയ്യാൻ പോകും. അതിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിക്കും. ശരി, എന്താ മിറർ ഫോർമുല പറഞ്ഞേ? ആരാ പറഞ്ഞ മിറർ ഫോർമുല? മിറർ ഫോർമുല 10ാം ക്ലാസ്സിൽ മിറർ ഫോർമുല ആരാ പറഞ്ഞത്? 10ാം ക്ലാസ്സിൽ മിറർ ഫോർമുല? അൽഫാദെ പറഞ്ഞേ. 1/f is equal to 1/u plus 1/v. Absolutely. അതാണ് സാധനം. ഇത് തിരിച്ചു മറിച്ചുകൂടാ. 1/f is equal to 1/v plus 1/u എന്നോ 1/u plus 1/v is equal to 1/f എങ്ങനെ എഴുതാനും കുഴപ്പമില്ല. ഇതാണ് സാധനം. ഐറ്റം ഇതാണ്. F focal length, U object distance, V image distance. That you know. അപ്പൊ നമുക്ക് ഫിഗർ വരയ്ക്കണം. ഓക്കെ, ഫിഗർ വരയ്ക്കാം. ആദ്യം നമുക്ക് ഫിഗർ വരയ്ക്കാം.
നല്ല വലുതായിട്ടും നേരത്തെ വരച്ച പോലെ തന്നെ അതിനേക്കാൾ സ്പീഷ്യസ് ആയിട്ട് വരും. ഓക്കെ, ഇവിടെ വരെ മതി. സിയും ഇതൊക്കെ വരച്ചു വയ്ക്കും പഴയ പോലെ. സിയും എഫ് ഒക്കെ വരച്ചു, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എല്ലാം ഞാൻ ഇൻട്രൊഡക്ഷൻ വെച്ചു. ഒബ്ജക്റ്റ് എ ബി നേരെ പാരലൽ. ഇവിടെ ചെന്ന് ഇടിച്ചു. ഇത് നമ്മൾ ഈ പോയിന്റ് പി എന്ന് വിളിച്ചത്. പി. ഓക്കെ, അത് ചെന്ന് ഇടിച്ചാൽ എങ്ങനെ പോകും? ഓൾറെഡി നമ്മൾ പഠിച്ച. ഇടിച്ചാൽ നേരെ എങ്ങനെ പോകും പറഞ്ഞേ നിയാലെ? നിയാലെ പറഞ്ഞ ഇടിച്ചാൽ എങ്ങനെ പോകും? ഈ റേ എങ്ങനെ പോകും? കടത്തി വിടുക. അടുത്തത് രണ്ടാമത്തെ റേ. നേരെ ഞാൻ പഠിപ്പിച്ച പോലെ തന്നെ നമ്മൾ നേരെ പിയിലേക്ക് പോട്ടെ. പിയിൽ ചെന്നിരിക്കുന്നത് ഇടിച്ചിട്ട് അവൻ നേരെ പൊക്കോണ്ടി. നല്ല പൊക്കോണ്ടി ഭംഗിയാണ്, കുഴപ്പമില്ല. പോട്ടെ, പൊക്കോണ്ടി നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായല്ലോ. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. ചെന്നിരിക്കുന്ന ആംഗിൾ തീറ്റ, ഇവിടെ ഇരിക്കുന്ന ആംഗിള് തീറ്റ. അതേ ആംഗിളിൽ തീറ്റയാണ്. അതേ ആംഗിളിൽ ഇവൻ എന്ത് ചെയ്യും? തിരിച്ചു. ഓക്കെ, തീറ്റ ആംഗിൾ പോയി ഇവിടെ ചെന്നിടിച്ചു. ഇമേജ് ഉണ്ടാവും. ഇമേജ് ചിലപ്പോ എ ബി എന്ന് വിളിക്കാതെ പിള്ളേർക്ക് വേണമെങ്കിൽ ഒ ബി എന്നൊക്കെ വിളിക്കാം. ഒ ബി ഐ എം എന്ന് വിളിക്കണോ? ഏതാ നല്ല? ഒ ബിയുടെ ഒബ്ജക്റ്റ് ഒന്നും അതുകൊണ്ട് ആവശ്യമില്ല, നിർബന്ധമില്ല. അപ്പൊ എ ബി ആണെങ്കിൽ നിങ്ങൾ എ ഡാഷ് ബി ഡാഷ് എന്ന് വിളിച്ചോ. കഴിഞ്ഞ നമ്മൾ വരച്ചോ, അങ്ങനെ വെച്ചോ. ഇത് എ ഡാഷ് ബി. ഓക്കെ ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ഫിഗർ ഉണ്ട്. ഞാൻ പെർപെൻഡിക്കുലർ പണ്ട് നമ്മൾ വരച്ചാൽ പെർപെൻഡിക്കുലർ ആണ് വരച്ചത്. പെർപെൻഡിക്കുലർ എം മോളിത്തെ എ ബി സി ഡി കെ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ പി ക്യൂന്നോ വല്ല പേര് കൊടുത്തോ. ക്യൂ ഇഷ്ടമുള്ള പേര് കൊടുത്തോ. മുകളിലൊരു പോയിന്റ് പേര് വേണം. അവിടെ ഒരു പോയിന്റ് പി എന്ന് അവിടെ കൊടുക്കണം. ബി കാരണം പോളാണല്ലോ. ചിലവരവിടെ പി എന്ന് കൊടുക്കാറുണ്ട്. താഴെ പിക്ക് നമുക്ക് പി എന്ന് കൊടുക്കാമല്ലോ, പോള്. ഇവിടെ മുകളിൽ വേറെ വല്ലതും കൊടുത്താൽ മതി, ക്യൂ. ഓക്കെ, ഇനി നമ്മുടെ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി മറ്റത് പഠിച്ചപ്പോൾ തന്നെ ഹിസ്റ്ററി മുന്നോട്ട് ഇത്തിരി മാറ്റമുണ്ട്. ഒന്ന് ഫിഗറും ലെഫ്റ്റും.
രണ്ട് ആരുടെയൊക്കെ റിലേഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന് പറഞ്ഞേ ആരുടെയൊക്കെ റിലേഷനാ? ആരാ പറഞ്ഞേ? പെട്ടെന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞടാ. മറ്റേ മുഹമ്മദ് സുഹൈലെ, ആരുടെയൊക്കെ റിലേഷൻ പറഞ്ഞു? ഒന്ന് 1/f, ഒന്ന് 1/u, 1/v. അപ്പൊ ഫിഗറിൽ ആരൊക്കെയാ? നീ നമ്മളെ വരച്ച ഫിഗറിൽ ആരൊക്കെയാ? ഫുൾ പേര് പറഞ്ഞു നീ. ഒന്ന് എ ബി വരുന്നത് നമ്മുടെ 1/f, 1/u, 1/v. 1 നോക്കണ്ട, എഫും യുവും എ ബി വരണ്ട. എ ബിക്ക് വേണമല്ലോ. എ ബി ഹൈറ്റ് ഓഫ് ദി ഇമേജ് അല്ലേ, ഒബ്ജക്റ്റ് അല്ലേ? ദൂരം അതാരാത്? ലെറ്റർ ഏതാ? നമ്മുടെ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? എ മുതൽ എവിടെ വരെയുള്ള ദൂരം അത്? അതായത് മിറർ ഏതാ? പോയിന്റ് ഏതാ മിററിന്റെ? പി. എവിടെ വരെടാ? പി. അപ്പൊ നമുക്ക് വേണ്ട ആരാണ്? ഒന്ന് എഫ്. സ്മോൾഡർ എഫ്. സ്മോൾഡർ എഫ് ഏതാ ഈ ഫിഗറിലെ? പേര് പറഞ്ഞേ. സ്മോൾഡർ എഫിന്റെ പേര് പറഞ്ഞേ. അഭിരാസിദ്ധി പറഞ്ഞേ. സ്മോൾഡർ എഫിന്റെ പേര് പറഞ്ഞേ. മിററിലെ നമ്മൾ വരച്ചാണ് ഫിഗറില് സ്മോൾഡർ എഫ്. ഇതെന്റെ സൗണ്ട് ഓൺ ആക്കാതെ പറയണാവൂ. ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോലെയുള്ള സൗണ്ട് ഓൺ ആക്കിയേ ആവണില്ല. പറഞ്ഞ ആദ്യം പോകുന്നത് CS FM അല്ലെങ്കിൽ FP. അപ്പൊ നമുക്ക് വേണ്ടത് ആരൊക്കെ റിലേഷൻ ആണ്? റിലേഷൻ ബിറ്റ്വീൻ മറ്റത് എഴുതിയ പോലെ തന്നെ FP വേണം. പിന്നെ അടുത്ത ആരാ പറഞ്ഞേ? ആൾഡ്രിൻ. പിന്നെ ആരാ വേണ്ടേ? വി വേണം. വി ആയിട്ട് വി ആരാ? MB. പറ മുദ്ദസറേ. A'(P) വേണം. A' മുതൽ P വരെ. ഇതാരാ? U ആണോ V ആണോ? നിക്കാൻ പറയണം. അതണ്ട തിരിച്ചു മതി. ക്ലാസ്സിൽ നിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഡൗട്ട് നിർത്താം. കുഴപ്പമില്ല. അപ്പൊ A'(P) ആണ്. അതാണ് V. A' സംശയമുള്ള എഴുതിക്കോളും. അല്ല, നിങ്ങളുടെ മനസ്സിലാണ് പോലത്തെ എഴുതിക്കോളും. പിന്നെ ആരാ വേണ്ട മുദ്ദസരെ? വേറെ ഒരാളോട് വേണമല്ലോ. AP വേണം. A മുതൽ P വരെ ദൂരം. അത് U ആണ്, ഒബ്ജക്റ്റിന്റെ ദൂരം. അപ്പൊ യഥാർത്ഥ നമ്മുടെ എയിം എന്താണ്? FP, A'(P), AP. ഈ 3 ആൾക്കാരെ നമുക്ക് കിട്ടണം. ഈ 3 ആൾക്കാരെ കിട്ടുക എന്നുള്ള നമ്മുടെ എയിം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ട്രയാങ്കിളിന്റെ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ നമ്മൾ ചെയ്യണമെന്നില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണില്ല. ട്രയാങ്കിളിന്റെ പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നുണ്ടല്ലോ. ശരിക്കും ആലോചിച്ച് പറഞ്ഞു. FP വരുന്ന ട്രയാങ്കിൾ ഏതാണ്? A'(P) വരുന്ന ട്രയാങ്കിൾ ഏതാണ്? AP വരുന്ന ട്രയാങ്കിൾ ഏതാണ്? ഒന്ന് കണ്ടുപിടിച്ച പിള്ളേര്. FP വരുന്ന ട്രയാങ്കിൾ ഏതാണ്? A'(P)യുടെ ട്രയാങ്കിൾ ഏതാണ്? AP-യുടെ ട്രയാങ്കിൾ ഏതാണ്? റൂബിക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അബിന ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, ഐഷ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ അബിന, ടെൽ മീ, FQ എന്ന ട്രയാങ്കിൾ ഏതാ? FP വരാവുന്ന ട്രയാങ്കിൾ FPQ. FPQ-നേക്കാൾ നല്ല റൈറ്റ് ട്രയാങ്കിൾ ഏതാ? FMQ. കണ്ടാ നോക്ക്. FMQ നോക്കിയേ. FPQ എന്ന് പറയണ്ട, അയാൾക്ക് റൈറ്റ് ട്രയാങ്കിൾ നല്ലതാണല്ലോ. അപ്പൊ നമ്മൾ അതെടുക്കും. ഓക്കെ. പിന്നെ അടുത്തത് ഏതാന്ന് പറയാ? പിന്നെ അടുത്തത് A'(P) വരാനുള്ളത് A'(B'(M) എന്ന് പറഞ്ഞ ഈ സംഭവം. അടുത്ത പറഞ്ഞ അബിന, AP വരുന്നത് APB.
ഇങ്ങനെ 3. അത് കിട്ടിയില്ല. അത് ഫിഗറിൽ വരച്ചു നോക്കിയത്. ഞാൻ മാറ്റുകളെ നിങ്ങളത് വരച്ചു നോക്കിയത്. വരച്ച ആ ഫിഗർ കണ്ട പേടിയോ അവസാനം വരച്ചു നോക്കിയത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അഭിരാമി ഐഡിയ കിട്ടിയില്ലോ. അപ്പൊ ട്രയാങ്കിൾ 3 നമ്മൾ എടുക്കും. 3 ട്രയാങ്കിളുകൾ നമ്മൾ എടുക്കും. മനസ്സിലായില്ല? 3 ട്രയാങ്കിൾ വരുന്ന ട്രയാങ്കിൾ ഏതൊക്കെയാണ്? ട്രയാങ്കിൾ നമ്മൾ എടുക്കുന്നത് ABM എടുക്കും. ട്രയാങ്കിൾ A', B', M എടുക്കും. പിന്നെ ട്രയാങ്കിൾ FMQ എടുക്കും. 3 ട്രയാങ്കിൾ എടുക്കും. ഈ 3 ട്രയാങ്കിളിൽ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ? 3 ട്രയാങ്കിളിൽ നമ്മൾ സിമിലാരിറ്റിയാണ് പരിപാടി. സിമിലാരിറ്റി. അപ്പൊ ഹിസ്റ്ററിയിൽ നമ്മൾ ഓർത്തിരിക്കണം. ഈ 3 ട്രയാങ്കിൾ തമ്മിൽ നമ്മൾ സിമിലാരിറ്റി പറയും. രണ്ടെണ്ണം പറയും. ഓരോന്നോടും പറയും, മറ്റേത് വേറെ ആരാണ്ടും പറയും. അത് നമ്മൾ സിമിലാരിറ്റി പറഞ്ഞിട്ട് നമ്മളൊരു കളി കളിക്കും. അതിന് നമ്മൾ A', B', F പിന്നെ 3 വരും. 3 4 ട്രയാങ്കിൾ നമ്മൾ പറഞ്ഞാലേ സിമിലാരിറ്റി പറയാൻ പറ്റും. നമ്മൾ 4 ട്രയാങ്കിൾ പറയും. അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. സിമിലാരിറ്റി പറയും. സിമിലാരിറ്റി പറഞ്ഞിട്ട് ആൻഡ് അതിന്റെ CPST 2 ട്രയാങ്കിൾ സിമിലർ ആയി കഴിഞ്ഞാൽ അവരുടെ സൈഡ്സിന്റെ റേഷ്യോ പ്രൊപ്പോർഷണൽ അല്ല, അവരുടെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണ്. അവരുടെ സൈഡ്സിന്റെ റേഷ്യോ സെയിം ആണ്. ഇങ്ങനെ പറയുന്നത്. CPST എന്ന് വെച്ചാൽ സാധനം ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഇങ്ങനെയാണ് സിമിലർ നമ്മളുടെ. സിമിലർ ടു ട്രയാങ്കിൾ PQR ആണെങ്കിൽ എന്താ നമുക്ക് അറിയാവുന്നത്? AB/PQ is equal to BC/QR is equal to AC/PR. ഇത് നമ്മൾ 10ാം ക്ലാസ് മാത്സിൽ പഠിക്കണേ, അല്ലെങ്കിൽ 9ാം ക്ലാസ് മാത്സിൽ പഠിക്കണേ. ഈ 2 triangles are similar. Their sides are proportional. The ratio of the sides are equal. അത് എഴുതുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പേരിന് റോൾ ഉണ്ട്. ഇവിടെ AB എടുക്കുമ്പോ ഇവിടെ PQ എടുക്കും. AB/PQ is equal to BC/QR is equal to AC/PR. അങ്ങനെ തന്നെ സൈഡുകളുടെ പേര് മാറിപ്പോകാൻ പാടില്ല. AC by എന്തെങ്കിലും എടുക്കാൻ പാടില്ല, PQ എടുക്കാൻ പാടില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോ. ഇത്രേ ഉള്ളൂ പണി. ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നമുള്ള പറഞ്ഞേ. ട്രിഗണോമെട്രിയിലോ അല്ല സിമിലാരിറ്റി. ട്രിഗണോമെട്രി അല്ലേ, അത് സിമിലാരിറ്റിയുടെ കളിയാണ്. മറ്റേത് ട്രിഗണോമെട്രിയുടെ കളിയായിരുന്നു. ഇത് സിമിലാരിറ്റിയുടെ കളിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ശരി, നോക്കാം. ലെറ്റ് ആദ്യം എന്ത് പറയും? ഫിഗർ ലെറ്റ് us കൺസിഡർ. സാധാരണ നമ്മൾ പറയും പോലെ ലെറ്റ് us കൺസിഡർ. ഓക്കെ, ലെറ്റ് us കൺസിഡർ. ആദ്യം ലെറ്റ് us കൺസിഡർ കോൺകേവ് മിറർ. ഒരു കോൺകേവ് മിറർ. ആ ഷോണിന്റെ ഫിഗർ എബോ. ആ ഷോണിന്റെ എബോ ഫിഗർ. ലെറ്റ് ഓരോന്നെടുത്ത് എഴുതിക്കോ. ലെറ്റ് ഓരോന്നെഴുതിക്കോ. ലെറ്റ് AB ഒബ്ജക്റ്റ് ആണ് എഴുതിക്കോ. A', B' ഇമേജ് ആണ് എഴുതിക്കോ. പിന്നെ തീറ്റ ഇൻസിഡന്റ് ആംഗിൾ എഴുതിക്കോ. പിന്നെ QM നമ്മൾ വരച്ച പെർപെൻഡിക്കുലർ ആണെന്ന് എഴുതിക്കോ. പിന്നെ CP നമ്മൾ റേഡിയസ് കർവേച്ചറാണ് എഴുതിക്കോ. CP നമുക്ക് ആവശ്യമില്ല. CP അല്ല ഇവിടെ ആവശ്യം. CP അല്ലാത്ത ആവശ്യം. AP U ആണെന്ന് എഴുതിക്കോ. A', P നമ്മൾ V ആണെന്ന് എഴുതിക്കോ. FP നമ്മുടെ സ്മോൾ F ആണെന്ന് എഴുതിക്കോ. എല്ലാം അതിനകത്ത് കാണുന്ന എല്ലാ സാധനങ്ങളും. ഓക്കെ, ക്ലിയർ. ഇവിടെ കേട്ടോ ഡെറിവേഷൻ പോണോ? എളുപ്പാ. ഡെറിവേഷൻ വലിപ്പം തോന്നും, ആർക്കും കിട്ടും. സംഭവം എളുപ്പ. നമ്മൾ ചെയ്യണ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമിലാരിറ്റി പറയണം. അപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളും 8 കാര്യങ്ങൾ എഴുതിയിട്ട് ഞാൻ എന്താ പറഞ്ഞ ട്രയാങ്കിൾ എടുക്കണം. അതിനകത്ത് സിമിലാരിറ്റി പറഞ്ഞു.
അപ്പൊ നമ്മൾ നോക്കാം. നമുക്ക് ട്രയാങ്കിൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടോ, എന്നിട്ട് ആരൊക്കെ സിമിലാരിറ്റി പറയാൻ പറ്റും നമുക്ക് നോക്കാം. നോക്കിയേ, ABM ഒരു ട്രയാങ്കിളാണ്, ഇതൊരു ട്രയാങ്കിളാണ്. ഇതും ആരുമാണ് ഇതിനകത്ത് സിമിലർ പറയാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ABM-ല് ഒരു 90 ഡിഗ്രി ഉണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. 90 ഡിഗ്രി ഓക്കെ, ഇവിടെ ഒരു 90 ഡിഗ്രി ഉണ്ട്. A', B'. ഇനി ഈ തീറ്റ കണ്ട ഉള്ളിൽ, ഈ തീറ്റ അത് തന്നെയാണ് ഈ തീറ്റ. 2 ആംഗിൾ ഉണ്ട്. അപ്പൊ 2 ട്രയാങ്കിളിലെ 2 ആംഗിൾ സെയിം ആയി കഴിഞ്ഞാൽ തന്നെ അവരെന്തായി, സിമിലർ ആയി. സിമിലാരിറ്റിയുടെ ക്രൈറ്റീരിയ ആണ് AA സിമിലാരിറ്റി എന്ന് പറയുന്നത് ക്രൈറ്റീരിയ. അപ്പൊ 2 ആംഗിൾ സെയിം ആയാൽ മതി, ദേ ആർ സിമിലർ. അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. പേര് പറയാം, ഇൻ ട്രയാങ്കിൾ ABM എന്നോ ABM എന്ന് കൊടുത്തു, ആൻഡ് ട്രയാങ്കിൾ A', B'. ട്രയാങ്കിളിൽ എന്തൊക്കെ നമുക്ക് പറയാം, ആംഗിൾസ് സെയിം ആണെന്ന് പറയാം. ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ A', കാരണം 90 ഡിഗ്രി. തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ, കാരണം ഇൻസിഡന്റ് ആംഗിൾ ഈസ് ഈക്വൽ ടു റിഫ്ലക്റ്റഡ് ആംഗിൾ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എഴുതിയാലും മതി. 2 ആംഗിൾ ആയി കഴിയുമ്പോൾ തന്നെ ട്രയാങ്കിൾ സിമിലർ ആയി. ട്രയാങ്കിൾ ABM സിമിലർ ടു ട്രയാങ്കിൾ A', B', M. ആ പേര് എഴുതുമ്പോൾ എപ്പോഴും പുള്ളി ശ്രദ്ധിക്കണം, പ്രത്യേകം എഴുതി വെക്കണം. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ തെറ്റിപ്പോയാൽ നിങ്ങളുടെ ഫുള്ള് തെറ്റിപ്പോവും. അത് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കി. എന്ത് നോക്കിയേ, എങ്ങനെയാണെന്നറിയാം, നമ്മൾ തുടങ്ങേണ്ടത് ഇങ്ങനെ ABM-ലേക്കാണ് പോണേ. അപ്പൊ ഇവിടെ A എടുക്കുന്ന സ്ഥലത്ത് A' തന്നെ എടുത്തോളൂ. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോ ഈ AB എഴുതുന്നോട്ട് BA ആയിപ്പോയെന്ന് കൂട്ടിക്കോ, അപ്പോഴും നിങ്ങൾ തെറ്റിപ്പോവും. നിങ്ങൾ നോക്കി എതിരൊക്കെ തെറ്റിപ്പോയെന്ന്. അപ്പൊ നിങ്ങൾ ഇത്ര പേര് നിങ്ങൾ ഇഷ്ടമുള്ള കൊടുത്തോ, പക്ഷെ 90 ഡിഗ്രി എടുക്കുന്ന സ്ഥലത്ത് ഈ 90 ഡിഗ്രി ഇവിടുത്തെ 90 എടുത്തോളൂ. അപ്പൊ ഇവിടെ വന്ന പേര് തന്നെ ഇവിടെ വന്നെ, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഉറപ്പാണ് പരീക്ഷയിൽ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ ഒന്നും കൺഫ്യൂഷൻ ആവില്ല, ബിക്കോസ് യു ആർ ഹാവിംഗ് ദ നോട്ട്സ് നോക്കുമ്പോൾ നമുക്ക് സംശയമില്ല. ബട്ട് വൈ ഡൂയിങ് ഇൻഡിപെൻഡന്റ്ലി അത് 2 പ്രാവശ്യം ചെയ്ത് നോക്കിയാലാണ് പരീക്ഷ ഹാളിലെ കോൺഫിഡൻസ്. പരീക്ഷ ഹാളിലെ ഏറ്റവും പേടി ശരിയാണോ എന്ന് പേടിച്ച് നമുക്ക് അറിയാവുന്നത് തെറ്റിപ്പോകും. അങ്ങനെ എപ്പോഴും കൊളാവാറുണ്ട്, ചളാവാറുണ്ട് ഈ ഡെറിവേഷൻ. അതുകൊണ്ട് പിള്ളേർ പ്രത്യേകം ശ്രദ്ധിച്ച് എഴുതി വെക്കുക. എവിടെയാണോ 90 വന്നത്, അത് 10ാം ക്ലാസ്സിലെ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഠിപ്പിക്കാറുണ്ട്. സിമിലാരിറ്റി അപകടമാട്ടോ എന്ന് പറയാറുണ്ട്. 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റിലില്ല, CBSE-ക്ക്. സ്റ്റേറ്റിൽ സിമിലാരിറ്റി 9 കൂടുതൽ കളിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് 90 വന്നോർത്ത് ഈ 90 വന്നു. ഈ തീറ്റ വന്നോർത്ത് ഇപ്പൊ പേരെന്താ M ആണെങ്കിൽ നമ്മുടെ മറ്റേ M ഉണ്ടാവും. അപ്പൊ ഈ M വന്നോർത്ത് ഈ M വന്നു, ഈ A വന്നോർത്ത് ഈ A' വന്നു. അങ്ങനെ വന്നു എന്ന് ഉറപ്പുവരുത്തും. പ്രത്യേകം എഴുതി വെച്ചോളൂ ആവശ്യമുണ്ടെങ്കിൽ. സിമിലാരിറ്റിയുടെ പേര് AA സിമിലാരിറ്റി. ഇനി നമ്മൾ എന്ത് കൊടുക്കണം, CPST അടിക്കണം. പറഞ്ഞോ, അപ്പൊ CPST പറഞ്ഞോ, ഐഷാഹന പറഞ്ഞേ CPST. അപ്പൊ എന്ത് എഴുതണം സിമിലർ ആയി കഴിഞ്ഞാൽ? ആദ്യം AB ബൈ ഈസ് ഈക്വൽ ടു പറ, ഈസ് ഈക്വൽ ടു അതെ, ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങോട്ട് എഴുതും. CPST കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാ, അതെന്നാലും സിമിലർ റേഷ്യോസ് ആർ സെയിം എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ ഷോർട്ട് ഫോം പറഞ്ഞു, കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ. CPCT ആണ് കറക്റ്റ്, എളുപ്പം ഇതിനു വേണ്ടി എഴുതിയുള്ളൂ. CPST കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. 7:30 കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ, പേടിക്കണ്ട. 7:45 വരെ പോകുന്നു ഞാൻ പറഞ്ഞു. ചെറിയ ഇത്തിരി കൂടി തീർത്തിട്ടില്ലേ നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ മൊത്തം പഠിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇനി ഉദ്ദേശം. അപ്പൊ എത്രത്തോളം എടുക്കാവോ അത്രയും ഞാൻ എടുക്കും കേട്ടോ. ഞായറാഴ്ചകളിൽ എടുക്കാവുന്ന ഞാൻ എടുക്കും, രാവിലെകളിൽ 10 മിനിറ്റ് കൂടുതൽ എടുക്കും. അപ്പൊ നിങ്ങൾ വെൽ എക്വിപ്ഡ് ആയിട്ട് തന്നെ നിൽക്കുക. അല്ല ഇനിയും പഴയ പോലെ ഞാൻ അവസാന ദിവസവും ലാസ്റ്റ് ദിവസം എല്ലാം കൂടെ ഒറ്റ ദിവസം പഠിക്കുന്ന സ്കീമുണ്ട് എന്നുള്ളവരാണെങ്കിൽ അങ്ങനെ പോവുക. അങ്ങനെ പെട്ടെന്ന് ഏറ്റവും നേരത്തെ പോവുക. ഓക്കെ.
അപ്പൊ എന്തായി എ ബി ബൈ എ ഡാഷ് ബി ഡാഷ് ഇക്വൽ ടു ബി എം ബൈ ബി ഡാഷ് എം ഇക്വൽ ടു എം ബൈ എ ഡാഷ് എം എന്ന് എഴുതി. ഇനി നമ്മൾ ഒരു കാര്യം ഇതിനകത്ത് ആലോചിക്കേണ്ടെന്ന് നോക്കി ശ്രദ്ധിക്കുക. എ ബി ഈ പൊക്കാണ്, എ ഡാഷ് ബി ഡാഷ് ഈ പൊക്കാണ്, അത് നമുക്ക് ആവശ്യമുള്ളതാ പൊക്കൊക്കെ. ബി എം എന്ന് പറഞ്ഞാൽ ഈ ചെരിവാണ്. ചെരിവ് ആവശ്യമില്ല നമുക്ക്. ഞാൻ കഴിഞ്ഞ ഡെറിവേഷനിലും പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുന്നു, ഞാൻ ഓർത്തിരിക്കുന്നു അങ്ങനെയാണ്. ചെരിവിട്ട് നമ്മൾ ആ ചെരിഞ്ഞ ഭാഗത്തോട്ട് അങ്ങോട്ട് നമ്മൾ മാറ്റം ഉണ്ടാവും. അത് നമുക്ക് റോള് വന്നില്ല. അപ്പൊ നമ്മൾ ആ ചെരിവില്ല ഉള്ള സാധനം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം കളഞ്ഞോർക്കല്ലേ ഞാൻ തിറ്റൊക്കെ എടുത്തപ്പോ ഞാൻ പറഞ്ഞു. അപ്പൊ അതുപോലെ അതങ്ങോട്ട് മാറ്റി വെച്ചു ആ ചെരിവ്. അപ്പൊ നിങ്ങൾ പരീക്ഷിക്കുന്ന ചെരിവിന്റെ പേര് വേറെ ആയിരിക്കും, ചിലപ്പോ പി ക്യു ആയിരിക്കും. നോ പ്രോബ്ലം മാറ്റോ. അപ്പൊ നിങ്ങൾക്ക് ജനറൽ ഐഡിയ വേണ്ടേ. അപ്പൊ എ ബി ബൈ എ ഡാഷ് ബി ഡാഷ് ഇക്വൽ ടു എ എം ബൈ എ ഡാഷ് എം. ബിക്കോസ് ചെരിവിനെ വി ഹാവ് എക്സ്ക്ലൂഡ്, മാറ്റി നിർത്തി. എന്നിട്ട് അതവിടെ നിൽക്കട്ടെ. ഒന്നാമത്തെ ആള് അത് ഒന്നാമത്തെ ആളെന്ന് എഴുതി നിർത്തിക്കോ. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു, അപ്പൊ രണ്ട് ട്രയാങ്കിൾ, നമുക്ക് ആവശ്യമുള്ള രണ്ട് ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള രണ്ട് ട്രയാങ്കിളാണ് ഇതും ഈ രണ്ട് ട്രയാങ്കിളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു ട്രയാങ്കിൾ. അപ്പൊ ഈ ട്രയാങ്കിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഇങ്ങനത്തെ ചെരിഞ്ഞ ട്രയാങ്കിളോട് കിട്ടിക്കഴിഞ്ഞു. കാരണം നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ അതല്ലേ വേണ്ടത്. റിലേഷൻ ബിറ്റ്വീൻ എഫ് വേണ്ട. എ ബി എം നമുക്ക് കിട്ടി, എ ഡാഷ് ബി ഡാഷ് എം കിട്ടി. ഇനി ആരാ കിട്ടണ്ടേ? എഫ് എം ക്യൂ. ഇനി നോക്കിയാൽ എഫ് എം ക്യൂലേക്ക് നോക്കിയാൽ നിങ്ങൾ എഫ് എം ക്യൂ ഉണ്ടാ. എഫ് എം ക്യൂ ഇതാണ് ഉണ്ടാ, ഈ കിടക്കുന്ന ആളെ എഫ് എം ക്യൂ. എഫ് എം ക്യൂയെ നമുക്ക് എ ഡാഷ് ബി ഡാഷിലേക്കോ എ ഡാഷ് ബി ഡാഷ് എമ്മിലേക്കോ എ ബി എമ്മിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് യാതൊരു ബന്ധമില്ലാതെ കിടക്കണം എഫ് എം ക്യൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ വേറൊരു പണി എടുക്കും. നോക്കി എന്താ പണിയെന്ന്? നമ്മൾ വേറെ പണി എടുക്കുന്നത് നിങ്ങൾ ശരിക്കും നോക്കി. എഫ് എം ക്യൂ കിടക്കണം നോക്കിട്ടോ, ശരിക്കും നോക്കിയോ. എഫ് എം ക്യൂ കിടക്കുന്നത് എഫ് എവിടെയാ ശരി, ഇതാണ് എഫ് എം ക്യൂ. ഇതും വേറെ ട്രയാങ്കിൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. വേറെ ട്രയാങ്കിളാ അതിന്റെ കൂടെ കാണാൻ പറ്റുന്ന. ആർക്കാ കാണാൻ പറ്റുന്നത്? പുതിയൊരു ട്രയാങ്കിൾ കാണാൻ പറ്റുന്നുണ്ട്. ഏതാ കാണാൻ പറ്റിയ സ്വാലിയ? ഏതാ കാണാൻ പറ്റുക? ശരിക്കും നോക്കിയ സ്വാലിയ. ബി ക്യു എമ്മിൽ പോയാൽ എന്താ കുഴപ്പമെന്ന് പറയാൻ പോളെ? അത് റൈറ്റ് ട്രയാങ്കിൾ ആവില്ല. റൈറ്റ് ട്രയാങ്കിൾ ഇല്ലല്ലോ, നേരെ ഒരു സാധനം കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഒരിക്കലും അതിന്റെ ആൻസറിലേക്ക് എത്തും. ശരിക്കും നോക്കി. റുബി കണ്ടു, വേറെ ആരാ കണ്ടേ? ഫൈസ് കണ്ടു. മുഹമ്മദ് ഫൈസ് പറഞ്ഞേ. എ ഡാഷ് ബി ഡാഷ് എഫ് ആണോ? അബ്സല്യൂട്ട്ലി. ഹിയർ കംസ് അനദർ ട്രയാങ്കിൾ. നമ്മുടെ പിക്ചറിൽ ഇല്ലാത്ത ആളായിരുന്നു, പക്ഷെ മറ്റേ ആൾക്ക് വേണ്ടി ഇയാളെ കൊണ്ടുവരണം. ഈ കിടക്കണം. നമുക്ക് റിലേഷനിൽ ഇയാൾ ആവശ്യമില്ലായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്തു വന്നപ്പോ നമുക്ക് മറ്റേതിനെ കണക്ട് ചെയ്യണ ഒരാൾ വേണം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ ചെരിഞ്ഞിങ്ങനെ ഒളിച്ചു കിടക്കണ ഒരാൾ, ഹിഡൻ ഒരാൾ ഒളിഞ്ഞു കിടക്കാണ്. അയാൾ നമ്മളവിടെ പൊക്കുവാണ്. അയാൾ നമ്മൾ പൊക്കി. നമ്മളെന്ത് ചെയ്യും? അപ്പോഴുള്ള ഗുണം എന്താ അറിയോ? ഇത് ഈ കിടക്കുന്ന ആംഗിളും ഈ കിടക്കുന്ന ആംഗിളും സെയിം ആണ്. കാരണം ഒന്ന് പറഞ്ഞ അഭിരാമി, ഒന്ന് പറഞ്ഞ അഭിരാമി. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, ചുമ്മാ ഓപ്പോസിറ്റ്, വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. രണ്ട് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. ഇനി അതെ ഇവിടെ 90 ഉണ്ട്, ഇവിടെ 90 ഉണ്ട്. ആഹാ, അപ്പൊ ഓക്കെ അല്ലേ? സിമിലർ അല്ലേ? അപ്പൊ പറഞ്ഞു, അപ്പൊ പിള്ളേര് പറഞ്ഞു ഈ ട്രയാങ്കിൾ പറഞ്ഞ പേര് പറഞ്ഞ ട്രയാങ്കിളിന്റെ പറഞ്ഞ ആൾറിനെ പേര് പറഞ്ഞ ആൾറിനെ ട്രയാങ്കിൾ പേര് പറ. ട്രയാങ്കിൾ എഫ് എം ക്യൂ. നീ എന്താ ഇയർഫോൺ ഉപയോഗിക്കുന്നത്? മേടിക്കാം. വെക്കേഷൻ അല്ല വെക്കേഷൻ അല്ലല്ല പറഞ്ഞേ മുഹമ്മദ് ഫാരിസേ. ഞാൻ പറഞ്ഞത് കേട്ടോണ്ടിരുന്ന എനിക്ക് ബോറല്ലടാ. പറഞ്ഞേ മുഹമ്മദ് ഫാരിസേ. എഫ് എം ക്യൂവും അതിന്റെ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് എഫും എടുക്കാണ് നമ്മള്. ഓക്കെ, ഡീറ്റെയിൽസ് ഒന്നും ഒരുപാട് പറയണമെന്നില്ല, വേണമെങ്കിൽ പറയാം. ഏതൊക്കെ ആംഗിളാ ഈക്വല്? ആംഗിൾ എ ഡാഷ് എടുക്കുമ്പോ അപ്പുറം ഏതാ ആംഗിൾ ഈക്വല്? ഇവിടെ 90 വരുന്ന എ ഡാഷ്, അവിടെ ഏതാ? എഫ് എം ക്യൂല് ഏതാ 90 വരുന്നത്? ഫാരിസേ
മനസ്സിലായി? എം ആണ് സംശയം എന്താ? ഇവിടെയല്ലേ എം അല്ലേ, ഇതല്ലേ 90. പ്രശ്നമുള്ളത് ഇപ്പൊ തന്നെ പറഞ്ഞോണ്ടോ, എം ആണ്. അപ്പൊ എ ഡാഷ് ആംഗിൾ എ ഡാഷ് ആംഗിൾ എം 90 ഡിഗ്രിയാണ്. പിന്നെ ആരോടെ പറഞ്ഞേ ഷോർട്ട് ഫോം പറഞ്ഞാൽ മതി. മനസ്സിലായി? ആംഗിൾ രണ്ട് അങ്ങനെ പറഞ്ഞാൽ മതി. ആംഗിൾ എഫ് ഈക്വൽ ആംഗിൾ എഫ് എന്ന് പറഞ്ഞാൽ മതി. അത് മതി. ഇതേ വേർട്ടിക്കലി ഓപ്പോസിറ്റ് അത്ര മതി. അല്ലാതെ ഈ മാച്ച് ചെയ്യുമ്പോൾ അത് പറഞ്ഞു നമുക്ക് ഫിസിക്സ് അതിന്റെ കാര്യം കാണിച്ചാൽ മതി. ആംഗിൾ എഫ് ഈക്വൽ ആംഗിൾ എഫ് വേർട്ടിക്കലി ഓപ്പോസിറ്റ് ആണ്. പേരെഴുതുമ്പോൾ ശ്രദ്ധിച്ചോളാം. therefore ട്രയാംഗിൾ എഫ് എം ക്യൂ സിമിലർ ടു ട്രയാംഗിൾ. പേരെഴുതുമ്പോൾ വളരെ ശ്രദ്ധിച്ചോളാം. ഉണ്ടാവും എഫ് വന്നോർത്ത് അത് നിങ്ങൾ മാറിപ്പോരുത്. എഫ് എം ക്യൂല് എഫ് വന്നോർത്ത് നമ്മുടെ എഫ് വന്നോളണം. പേര് മാറിപ്പോകരുത്. എഫ് വന്നോർത്ത് എഫ് തന്നെ വന്നോളണം. എഫ് എം ക്യൂ നിങ്ങൾ ഏതെങ്കിലും എഫ് തന്നെ ഉപയോഗിച്ചോളാം. പിന്നെ എം വന്നോർത്ത് നമ്മുടെ എ ഡാഷ് വന്നോളണം. അത് ഏറ്റവും ശ്രദ്ധിക്കണം. നമ്മൾ സിമിലാരിറ്റി ഏറ്റവും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അപ്പടി തെറ്റിപ്പോയി, ചെയ്തൊക്കെ തെറ്റിപ്പോയി. ഇവിടെ എഫ് വന്നോർത്ത് നമ്മുടെ ഇവിടുത്തെ എഫ് വന്നോളൂ. കാരണം എഫ് സേവ്. ഇവിടെ എം വന്നോർത്ത് അവിടെ ഏതാ കൊടുത്താണ് എ ഡാഷ്. അത് തന്നെ വന്നം. അത് പ്രത്യേകം ബുക്കിൽ എഴുതി വെക്കണം. ഇല്ലെങ്കിൽ അപ്പഴും തെറ്റിപ്പോകും. അപ്പൊ എഫ് എ ഡാഷ്. ഇനി പിന്നെ ആരാ ഇതിനകത്ത് ബാക്കിയുള്ള ഈ എ ഡാഷ് ബി ഡാഷ് എഫിന് എഫ് എഴുതി എ ഡാഷ് എഴുതി. ഇനി ആരാ ബാക്കിയുള്ള അത് എഴുതിക്കോ മുഹമ്മദ് സാലിം. ഞാൻ എഴുതാനുള്ള എഫ് എ ഡാഷ് സാലിം. എവിടെ വിളിച്ചാൽ അരമണിക്കൂർ എടുക്കാനുള്ള ആരാ? ഇത് ശ്രദ്ധിക്കണില്ല. എഫ് എ ഡാഷ് ജെസിയ. എഫ് എ ഡാഷ് ബി ഡാഷ് ആണ് ഇനി ബാക്കിയുള്ളത്. കണ്ടോ? ഇതിനകത്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കളി. അപ്പൊ തന്നെ പ്രശ്നം പറയണ്ടേ? വിട്ടുവാണി സാറെ ക്ലിയർ ആയിട്ടില്ലാത്തൊന്ന് അപ്പൊ തന്നെ പറയണം. ഇത് നോക്കിയാൽ എഫ് എം ക്യൂ ഇവിടെ എഴുതി. അങ്ങനെ നോക്കിയാൽ എഫ് എം ക്യൂ എഴുതി. ഇനി നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് തന്നെ എഴുതണം. ഇല്ലെങ്കിൽ അപ്പോഴും തെറ്റിപ്പോ നമ്മുടെ കയ്യിൽ. കറസ്പോണ്ടിങ് എഴുതാൻ തന്നെ പഠിക്കണം. അപ്പൊ ഇത് നോക്കിയാ എഫ് വന്നോർത്ത് എഫ് തന്നെ. അപ്പൊ നമുക്ക് എഫിന്റെ സ്ഥലത്ത് എഫ് തന്നെ കൊടുത്തു. ഈ എം വന്നോർത്ത് നമ്മൾ എഴുതി വെച്ചാൽ എം വന്നോർത്താണ് എ ഡാഷ് വരുന്നത്. അപ്പൊ ഈ എം വന്നോർത്ത് എ ഡാഷ് പേര് വരണം. ഇനി ഏത് ട്രയാങ്കിൾ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്? എ ഡാഷ് ബി ഡാഷ് എഫിലല്ലേടാ പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എഫ് ഒ എ ഡാഷോ ഇനി ആരായത്ത് ബാക്കിയുള്ള ബി ഡാഷ്. അപ്പൊ എഫ് എ ഡാഷ് ബി ഡാഷ്. അല്ലാണ്ട് കാണാതെ പഠിക്കുകയല്ല ഇതൊന്നും. ക്ലിയർ? സാലിം ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞേ നീ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അപ്പൊ എ എന്ന് കൊടുത്തു. അങ്ങനെ നീ തന്നെ എന്ന് പറഞ്ഞേ. ഇതിന്റെ ഇതിന്റെ സി പി എസ് ടി എന്ന് പറഞ്ഞേ. കിട്ടുന്നില്ല. അൽഫദേ പറ. അവൻ ഔട്ട് ഓഫ് റേഞ്ചാ, അവൻ ഔട്ട് ഓഫ് ട്രാക്കാ. പറഞ്ഞേ അൽഫദേ പറ. സി പി എസ് ടി എഫ് എം ബൈ പറഞ്ഞോ. എഫ് എം ബൈ എഫ് എ ബി ആണ്. എഫ് എടാ ഇവിടെ നോക്കി. ഇവിടെ എഫ് എം എടുക്കുമ്പോ അപ്പുറം ഏതെടുക്കണം? ഇവിടെ എഫ് എം അപ്പുറത്തെ എഫ് അല്ല, എഫ് എ ഡാഷ്. എഫ് എ ഡാഷ് എടുക്കണം. അങ്ങനെ തന്നെ പറഞ്ഞു പോ. എഫ് എ ഡാഷ് ഈസ് ഈക്വൽ ടു അടുത്ത എം ക്യൂ എടുക്കുമ്പോ ഇവിടെ എനിക്ക് എടുക്കുമ്പോ ബി ഡാഷ്. നോക്കണ ഇത് രണ്ടാമത്തതും മൂന്നാമത്തതും എടുക്കാണ്. നീ ഇവിടുത്തെ രണ്ടാമത്തും മൂന്നാമത്തും എടുത്താൽ മതി. അല്ല നീ ലോകമില്ലാത്ത കാര്യം ചിന്തിക്കൊന്നും വേണ്ട. എം ക്യൂ എടുക്കുമ്പോൾ ഇവിടെ എന്തെടുക്കണം? എ ഡാഷ് ബി ഡാഷ്. ഓക്കെ. അടുത്തത് ഇനി അടുത്ത ഏതായതന്നെ പറഞ്ഞേ റുബിയെ. അടുത്ത റുബിയെ പറഞ്ഞോ. അടുത്തത് ഞാൻ പറയാം നോക്കി. 1 ഉം 2 ഉം എഫ് എം എടുത്തു. അപ്പൊ എഫ് എ ഡാഷ് എടുത്തു. എം ക്യൂ എടുത്തു. ഈ എം ക്യൂ എടുത്തു. ഈ എ ഡാഷ് ബി ഡാഷ് എടുത്തു. ഇനി നമുക്ക് ഈ എടുക്കാനുള്ള 1 ഉം 3 ഉം എഫ് ക്യൂ ഈ ഡിവൈഡ് ബൈ ഏതെടുക്കണം? അല്ലെങ്കിൽ എഫ് ക്യൂ ബൈ എഫ് ബി ഡാഷ്.
അങ്ങോട്ടും കൂടി കുഴപ്പമില്ല. QF ബൈ ബി ഡാഷ് എഫും കുഴപ്പമില്ല. അപ്പൊ 1ഉം 2ഉം അപ്പുറത്തെ 1ഉം 2ഉം, 2ഉം 3ഉം അപ്പുറത്തെ 2ഉം 3ഉം, 1ഉം 3ഉം അപ്പുറത്തെ 1ഉം 3ഉം. അങ്ങനെ തന്നെ എടുക്കണം പേരെടുക്കുമ്പോ. ഓക്കെ, ഇതിൽ ചെരിഞ്ഞ സാധനം നമുക്ക് ഒഴിവാക്കാം. ആരാ ചെരിഞ്ഞ സാധനം? പറഞ്ഞ മാളവിക, ആരാ ചെരിഞ്ഞ ആള്? ചെരിഞ്ഞത് ഒന്ന് FB ഡാഷ്, ഈ ചെരിഞ്ഞത് ആവശ്യമില്ല. അപ്പുറം FQ, അത് രണ്ടും കൂടെ ഒഴിവാക്കാം നമുക്ക്. ബാക്കി ആരാ നോക്കി? അപ്പൊ FB ഡാഷും FQ. അപ്പൊ ഈ മൂന്നാമത്തെ ആളെ നമുക്ക് കൂടെ ഒഴിവാക്കാം. ബാക്കിയുള്ള എടുത്ത് എഴുതാം. FM ബൈ FA ഡാഷ് ഈസ് ഈക്വൽ ടു MQ ബൈ A ഡാഷ് B ഡാഷ്. ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം ശരിക്കും നോക്കാം, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ബന്ധം വരണമെന്ന്. A ഡാഷ് Fഉം കുഴപ്പമില്ല, ശരിയാക്കാം. നമുക്ക് ശരിയാക്കാം. ചെറിയൊരു മണിക്കെടുത്താൽ ശരിയാവും. 1ഉം 2ഉം ശരിക്കും പഠിക്കാം. A ഡാഷ് B ഡാഷ് കിടക്കുന്നുണ്ട്. ഓക്കെ, A ഡാഷ് B ഡാഷ് കിടക്കുന്നുണ്ട്. നോക്കിട്ടോ എങ്ങനെ പഠിക്കണമെന്ന് നോക്കിട്ട് നോക്കി. A ഡാഷ് B ഡാഷ് എടുക്കണം. ഞാൻ ചെയ്തു വരുമ്പോൾ അതിനെ തെറ്റണമെങ്കിൽ അറിയാൻ പറ്റുള്ളൂ, എവിടെയും തെറ്റിപ്പോവാ. A ഡാഷ് B ഡാഷ് എടുക്കണം. A ഡാഷ് B ഡാഷിലൂടെ ഒരു AB അടക്കണം. അപ്പൊ നമ്മളിവിടെ നോക്കട്ടോ, AB അടക്കണം. എന്നാൽ ഇവിടുത്തെ A ഡാഷ് B ഡാഷിന്റെ കൂടെ MQ ആ. MQ അത് നോക്കിയേ, എന്തെങ്കിലും ബന്ധം കാണുന്നുണ്ടോ? ഇവിടെ A ഡാഷ് B ഡാഷിന്റെ കൂടെ AB ആണ് കിടക്കണേ, ഇവിടെ A ഡാഷ് B ഡാഷിന്റെ MQ ആ കിടക്കണേ. എന്തെങ്കിലും രണ്ടും സെയിം ആണ്. ആബ്സല്യൂട്ട്ലി AB തന്നെയാണ് MQ. നോക്ക് ഫിഗറിൽ നോക്ക്. ABയുടെ അതേ വലിപ്പമല്ലേ, ABയുടെ അതേ വലിപ്പമാണ് MQ. രണ്ട് വരെ നോക്കിയാൽ നിങ്ങൾ അത് പ്രത്യേകം എഴുതുക പിള്ളേര്. അപ്പൊ നമുക്ക് എഴുതാം, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എഴുതാം. ഈ 2നെ നമുക്കൊന്ന് മാറ്റി എഴുതാന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ 2നെ മാറ്റി ചെയ്തിട്ട് നമ്മൾ എഴുതും. ഇതൊക്കെ നിങ്ങൾ കൃത്യം എഴുതി വെച്ചോളൂ. ഡെയിലി സാധനമൊക്കെ പിന്നെ അവസാനം നമ്മൾ കാണാതെ പഠിക്കണ്ടായിട്ട്. അപ്പൊ നമ്മൾ 2 എന്ന് എഴുതിയിട്ട് നമ്മൾ പറയും ഫ്രം ഫിഗറിന്ന്. അപ്പൊ എന്തിനാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രത്യേകം എഴുതണം. ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് MQ ഈസ് നത്തിങ് ബട്ട് AB. അപ്പൊ നമ്മൾ രണ്ടാമത്തേന് മാറ്റി FM ബൈ FA ഡാഷ് ഈസ് ഈക്വൽ ടു MQയുടെ സ്ഥലത്ത് AB ബൈ A ഡാഷ് B ഡാഷ് നോക്കും. അപ്പൊ ഒരു പണി, ഇതിന് രണ്ടെന്ന് വിളിക്കണ്ട, ഇതിനെ രണ്ടെന്ന് വിളിച്ചോ. നമുക്ക് രണ്ട് ഇക്വേഷനാണ് കണക്ട് ചെയ്യാൻ എളുപ്പം. അല്ലെങ്കിൽ പിന്നെ 3 വിളിച്ചിട്ടോ 3 ആക്കണം. അതിങ്ങനെ തന്നെ എഴുതി നമ്മൾ ഇങ്ങനെ തന്നെ എഴുതി വരുമ്പോൾ ക്ലിയർ ആണ്. അപ്പൊ MQയുടെ സ്ഥലത്ത് AB. അപ്പൊ എന്താ AB ബൈ ഇപ്പൊ 2 ഒരു സാധനം ക്ലിയർ ആയി. AB ബൈ A ഡാഷ് B ഡാഷ് ആണ് അവിടെ. ഇവിടെ AB ബൈ A ഡാഷ് B ഡാഷ് ആണ്. അവിടെ AM ബൈ A ഡാഷ് M ആണ്. ഇവിടെ FM ബൈ FA ഡാഷ് ആണ്. ഫ്രം 1 and 2 ൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് എഴുതാൻ പറ്റും പറഞ്ഞോ? 1 and 2 നെസ്റിൻകെ എന്ത് എഴുതാൻ പറ്റും 1 and 2 നിന്ന്? ഞാൻ 3 മിനിറ്റ് എക്സ്ട്രാ ആയിട്ടോ, ഇതങ്ങ് തീർത്തിട്ടേ ഞാൻ നിർത്തുള്ളൂ. ഏതായാലും പറഞ്ഞോ. FM ബൈ A ഡാഷ് ഈസ് ഈക്വൽ ടു അപ്പുറം 1 AM ബൈ A ഡാഷ്. നമുക്ക് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇനി പേര് നോക്കുക. നമുക്ക് ആരൊക്കെ ആവശ്യം? FUV ആണ് ആവശ്യം. എല്ലാവരും നോക്കിക്കേ. FM-ന് വല്ല പേര് കൊടുക്കാൻ പറ്റുമോ? F ഡാഷിന് വല്ല പേര് കൊടുക്കാൻ പറ്റുമോ? AM-ന് പേര് കൊടുക്കാൻ പറ്റുമോ? A ഡാഷ് M-ന് പേര് കൊടുക്കാൻ പറ്റുമോ? 3 പേര് എഴുതി, പക്ഷെ 4 പേര് കിടക്കുന്നു. അത് നോക്കുമ്പോൾ മനസ്സിലാവും എന്താ പ്രശ്നം. നോക്കുമ്പോൾ ക്ലിയർ ആവും. ഒന്ന് പറയാം സുഫ്ന, ഏതൊക്കെ പരിചയമുണ്ട്? ഈ FUV-യിലെ ഏതൊക്കെ നമുക്ക് പരിചയമുണ്ട്? പറഞ്ഞേ സുഫ്ന. FM ആരാ? ആരോളെ? FP ആണ്, കറക്റ്റ് ആണ്. FM-ന്റെ സ്ഥലത്ത് FP അതൊരു പോയിന്റ് ആട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. നമുക്ക് ഇങ്ങനെ എഴുതാം. ആസ് M is very nearly equal to P. കറക്റ്റ് ആണ്, അത് പറയാൻ മറന്നുപോയി. M വളരെ അടുത്താണ് P-നോട്. അപ്പൊ ഇതിനെ മാറ്റിയത് FP ബൈ, അതൊരു സെന്റൻസ് എഴുതിക്കോ. FA ഡാഷ് ഇസ് ഈക്വൽ ടു AP ബൈ A ഡാഷ് P. അങ്ങനെ എഴുതിക്കോ. അങ്ങനെ ഒന്നുകൂടെ എഴുതിക്കോ. സെന്റൻസ് എഴുതി നല്ലതാ. ഇപ്പൊ സുഫ്ന പറഞ്ഞപ്പോൾ ഞാനത് ഓർത്താ, വലിയ വിട്ടു നമ്മൾ. M-ന് പകരം P എന്ന് കൊടുത്തു.
എന്നിട്ട് ഫ്രം ഫിഗറിൽ നിന്ന് ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് അത് ക്ലിയർ ആണ്. എന്ത് എഫ് പി ആരാന്ന് പറഞ്ഞ പിള്ളേര്, എ പി ആരാന്ന് പറഞ്ഞ്, എ ഡാഷ് പി ആരാന്ന് പറഞ്ഞ് കേക്കട്ടെ. എഫ് പി ആരാ സുഫ്ന? എഫ് പി ഏതാ? സ്മോൾ റെഫ് ആണ് ക്യാപിറ്റൽ റെഫ് ആണ്? സ്മോൾ ലെറ്റർ എഫ്, ഫോക്കൽ ലെങ്ത്. കറക്റ്റ്. എ പി ആരാ? ആലിയ ഫാത്തിമ. എ പി ആരാ? ആലിയ ഫാത്തിമ. യു ഒബ്ജക്ട് ഡിസ്റ്റൻസ്. എ ഡാഷ് പി ആരാ? ആലിയ. എ ഡാഷ് പി. വി ഇമേജ് ഡിസ്റ്റൻസ്. ഇനി ആരാ ഇല്ലാത്ത സ്വാലിയ? ആരാ നമുക്ക് പരിചയമില്ലാത്ത ആള്? എഫ് എ ഡാഷ്. ഇതിനെ മാറ്റണമല്ലോ കൊച്ചെ. ഇതിനെ എഫിന്റെ യുടെ ടേംസിലേക്ക് മാറ്റണം. ശരിക്കും സ്വാലിയ നോക്കിയേ, എഫ് എ ഡാഷ് ഫിഗറിൽ നോക്കിയേ, എഫ് എ ഡാഷ് ഫിഗറിലേക്ക് ഒന്ന് ശരിക്കും നോക്കിയാൽ, എഫ് എ ഡാഷ് ഫിഗറിൽ നോക്കി, ഈ കാണുന്നതാണ് എഫ് എ ഡാഷ്. ശരിക്കും നോക്കിയിട്ട് ഇതാണ് എഫ് എ ഡാഷ്. ഈ ദൂരത്തെ നമുക്ക് മറ്റുള്ള ദൂരവുമായി വല്ല കണക്ട് ചെയ്യാൻ പറ്റുമോ ശരിക്കും നോക്കിയാൽ കിട്ടും. സ്വാലിയും ബാക്കി എല്ലാവരും നോക്കിക്കോ. എഫ് എ ഡാഷിനെ വേറെ രണ്ട് ദൂരവുമായി കണക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പരിചയമുള്ള യു ബി കേട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയ ശരിക്കും. സ്വാലിയെ നോക്കിയ ശരിക്കും. കിട്ടണവര് ഹാൻഡ് റൈസ് ചെയ്തോ. ഫാത്തിമ ഇസ്മായിൽ, ടെൽ മീ, എഫ് എ ഡാഷിനെ വേറെ ആളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ? ആരാണ്? ആ പി എ മൈനസ് ആണോ? ഈ എ ഡാഷ് എഫിന് ഇത്ര കിട്ടിയാൽ മതി. പി മുതൽ ഇവിടം വരെ ആരാ? പി എ ഡാഷ്. പി എ ഡാഷിന് ഏത് കുറയ്ക്കണം? ഈ പി എഫ് കുറച്ചാൽ മതി. കിട്ടിയാ? സ്വാലിയ കിട്ടിയാ? പറഞ്ഞേ. സ്വാലിയ പറഞ്ഞ കിട്ടിയാ? എല്ലാരും കിട്ടിയെങ്കിൽ പറ, ഇല്ലാത്തൊരു പ്രശ്നം പറ. ഈ മൊത്തം പി എ ഡാഷ് എന്ന് പറഞ്ഞ മൊത്തം ദൂരത്തിയത് ഇത്രയും ഭാഗം നമ്മളവിടെ കുറച്ചാൽ മതി. ഏത്? ഈ ഭാഗം അവിടെ കുറച്ചാൽ മതി. അപ്പൊ യു വിൽ ഗെറ്റ് എ ഡാഷ്. അപ്പൊ മൊത്തം ദൂരം നമുക്ക് പരിചയമുണ്ട്, എഫ് പി എന്ന് പറയുന്നത് നമുക്ക് പരിചയമുണ്ട്. ഈ രണ്ടുപേരും നമ്മുടെ ആൾക്കാരാണ്. എ ഡാഷ് എഫിന് പകരം. കണ്ടോ? ഈ ഒരു കളിയാണ് നമ്മൾ കളിക്കണം. നമുക്ക് ആവശ്യമുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി ഒരു കളി നമ്മൾ കളിക്കും. അവസാന കളിയാണത്. ഓക്കെ, ഇത് അവസാന കളി. നമ്മളൊരു എഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, എഫ് എ ഡാഷ് എന്ന് പറഞ്ഞാൽ എ ഡാഷ് പിയിൽ നിന്നും നിങ്ങൾ എഫ് പി കുറയ്ക്കുന്നതാണ്. അല്ല അഫ്സൽ കമാലെ, എ ഡാഷ് പി നമ്മൾ ഓൾറെഡി എന്താ വിളിച്ചാക്കണേ? അഫ്സൽ കമാൽ, എ ഡാഷ് പി നമ്മൾ ഓൾറെഡി ലെറ്റർ ഏതാ വിളിച്ചാണേ? വി. അപ്പൊ വി മൈനസ് എഫ് പി എന്താ വിളിച്ചാക്കണേ? എഫ്. എല്ലാവരും ആൾക്കാരായി. ആരൊക്കെ? ഇയാളായി. അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ്, അല്ലെങ്കിൽ therefore 3 becomes 3 മാറും. അതുകൊണ്ട് 3യുടെ കോലം മാറിയിട്ട് 3യുടെ പുതിയ കോലം എഴുതണം. എന്താവും പുതിയ കോലം? പറഞ്ഞോ, പുതിയ കോലം പറഞ്ഞോ എൽവിനെ. പുതിയ കോലം എന്ന് പറയാമോ എൽവിനെ? പറഞ്ഞോ. സ്മോൾ എഫ് ബൈ v minus f is equal to u by v. correct. നമുക്ക് എന്താ വേണ്ടേ ചന്ദന? നമുക്ക് എന്താ പോലെ വേണ്ടേ? അത് എപ്പോഴും മനസ്സിൽ വേണം. എന്താ വേണ്ടേ നമുക്ക്? 1/u plus 1/v is equal to 1/f ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ കോലത്തിലാക്കാൻ വേണ്ടി ഇതിനെ മൊത്തം ആദ്യം എന്ത് ചെയ്യാം? ഒന്ന് തിരിച്ചിടാം, കമത്തിടുക മൊത്തം. അപ്പൊ എന്ത് കിട്ടും? v minus f by f is equal to v by u. അതെന്താ തിരിച്ചുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കാണിച്ചു തരാം. ഇതിന് രണ്ടായിട്ട് അങ്ങോട്ട് പൊളിക്കുക. ആര്? ഈ LHS അങ്ങോട്ട് പൊളിക്കുക. അപ്പൊ v by f minus f by f
ഈസ് ഈക്വൽ ടു വി ബൈ യു എന്നാവും. എഫ് ബൈ എഫ് എന്തായി പോകും? 1 ആയി പോകും. അപ്പൊ വി ബൈ എഫ് മൈനസ് 1 ഈസ് ഈക്വൽ ടു വി ബൈ യു എന്നാവും. നമുക്ക് ആരാ വരണ്ടേ? 1 ബൈ യുനെ വരുത്തണം. 1 ബൈ യുനെ വരുത്തണം. 1 ബൈ യുനെ വരുത്താൻ നല്ലത് ഇവിടെ 1 ബൈ യു വരാൻ നല്ലത്, ഇവിടെ 1 ബൈ യു വരാൻ നല്ലത് ഈ വീനെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ. അപ്പൊ ഇവിടെ വീനെ കട്ട് ചെയ്ത് കളയുമ്പോൾ 1 ബൈ എഫ് ആയിക്കും. ആ വീനുള്ള ആളെ കൂടെ മൊത്തം പൊക്കും. അപ്പൊ നമ്മൾ എന്താ മൊത്തം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിൽ ഡിവൈഡഡ് ബൈ വി ചെയ്യും. മുകളിലത് ഹോൾ ഡിവൈഡഡ് ബൈ വി ചെയ്യും. അപ്പൊ എല്ലാ ചെസിലും എല്ലാ ടേംസിലും ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇവിടെ പോയി 1 ബൈ എഫ് ആവും. ഇപ്പറ എന്താവും? അപ്പൊ 1 ബൈ എന്ത് വരും? വി വരും. കാരണം ആരും ഇല്ലല്ലോ ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ വി വെച്ച് ഡിവൈഡ് ചെയ്യും. മറ്റേത് കട്ടായി പോകും. അപ്പൊ ഇവിടെ കട്ടായി പോവും, ഇവിടെ വരും. കാരണം ആരും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കട്ടായി പോവും, ഇവിടെ കട്ടായി പോകും. 1 ബൈ യു എന്താ? നീ ഇയാളെ നേരെ അപ്പുറത്തേക്ക് വിട്ടോ. 1 ബൈ എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ യു പ്ലസ് 1 by v. This is how we are writing the derivation. Okay. മാളവിക വെള്ളം കുടിച്ചാ? ഡെറിവേഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് വെള്ളം കുടിച്ചാ? സമാധാനത്തോടെ അങ്ങനെ ഒന്ന് കേട്ട് സമാധാനത്തോടെ ചെയ്ത് നോക്കാം. അപ്പൊ 56 ഞാൻ 10 മിനിറ്റ് കൂടുതൽ പോയി. പക്ഷെ തീർത്തില്ലെങ്കിലേ നമുക്ക് അടുത്ത ദിവസം അടുത്ത ചാപ്റ്റർ തുടങ്ങണം, വേ ഓപ്റ്റിക്സ് തുടങ്ങണം. ആ പറഞ്ഞോ, ആരാ ആരാ എന്നാണ് ഓഫീസിൽ? ഓ സച്ചിൻ. അപ്പോ കുറച്ച് കുട്ടികൾ ലീവായിട്ടുണ്ടോ സച്ചിനെ? പേര് വിളിക്കാണ്ടോ? പറഞ്ഞോ. പേര് വിളിക്കാട്ടോ. ആലിയ ഫാത്തിമ, അബീന, ആവണി, പ്ലസ് 2 ബിയിൽ അലിമോൻ, അമീന, ജസിയ, മുഹമ്മദ് സലീം, സഹല, മുഹമ്മദ് ഫാരിസ്, ഹഫീഫ. ഇത്ര പേര് ഫീസിന് ഡ്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ റീസൺ ഇന്ന് തന്നെ ഓഫീസിലേക്ക് ഇൻഫോം ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ പിള്ളേര് ഓക്കെ അല്ലേ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഞാൻ ഇന്ന് പഠിപ്പിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ നിൽക്കാം, ഞാൻ തീർച്ചു തരാം. അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Thank you, sir.